ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു. ഓ രക്ഷകനാഥനുമായ യേശുവെ കണ്ടുകൊണ്ട് ഈ സമയം നമുക്ക് ഒരു വചനം പരിശുദ്ധാത്മാവ് എനിക്ക് ഈ പൈസ സമയത്ത് ഒരു വചനം ഫിലിപ്പിയർ 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ധ്യാനിക്കാൻ സമയം. പക്ഷെ അമ്മയോട് ചേർന്ന്, സഭയോട് ചേർന്ന്, ഈ കൂട്ടായ്മയോട് ചേർന്ന്, ഈ വളർന്നു വരുന്ന ശുശ്രൂഷകരോടും നമ്മുടെ വൈദികരോടും പിതാക്കന്മാരോടൊക്കെ ചേർന്നുകൊണ്ട് നമുക്ക് ഈ വചനം ധ്യാനിക്കാം. ഈ സമയം വചനം ഇങ്ങനെ പറയുന്നു: ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ, സ്നേഹത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമോ, ആത്മാവിനുള്ള കൂട്ടായ്മയോ, എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. വാത്സല്യമോ വ്രതാഭിമാനം മൂലമോ നിങ്ങളൊന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കുണ്ടാവട്ടെ. അത് ആ രക്ഷകനാഥനുമായ യേശുവിന്റെ മനോഭാവത്തിൽ ജീവിക്കുവാൻ, യേശു രക്ഷകനാഥനുമാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഈ സ്നേഹം പങ്കുവെച്ചു കൊടുക്കുവാൻ, നമ്മൾ സ്നേഹിച്ച, ചേർത്ത് പിടിച്ച ആ ആനന്ദമായ സ്നേഹത്തെ കണ്ടുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, യേശുവേ മഹത്വം കർത്താവേ. നീ രക്ഷകനാം നാഥനുമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. പിതാവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഒരിക്കൽ കൂടി നമ്മൾ ആ പ്രാർത്ഥന നമ്മൾ കൂട്ടായ്മയിൽ ഒന്ന് എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ നമ്മുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ടുന്നുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. അമ്മേ മാതാവേ, സലിഷ്ടന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ, ആമേൻ. ഗ്ലോറി ലോർഡ്. യേശുവേ നമുക്ക് പ്രാർത്ഥന ചൊല്ലിച്ചേരാം, നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. എന്നെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എൻ്റെ കാവൽ മാലാഖയെ, ഈ ലോകത്തിൽ ദൈവസ്നേഹാനുഭവത്തിൽ നിറഞ്ഞ് ദൈവഹിതം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് സുവിശേഷമാകാനും സുവിശേഷമേകാനും അങ്ങനെ നിത്യതയിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരാനും ഞങ്ങളെ സഹായിക്കണമേ. നന്മ ചെയ്യാൻ ശക്തി പകരുന്ന ഞങ്ങളിൽ നന്മ വളരാൻ കൃപയേകണമേ. ആമേൻ. ആമേൻ. താങ്ക് യു ഒലിൻ ചേട്ടാ. ഇത് നമ്മുടെ വിഷയം ഈ യേശു ഏകരക്ഷകൻ എന്ന വിഷയത്തെ പറ്റിയായിരിക്കും. അടുത്ത ടെസ്റ്റിമണി പറയാൻ വേണ്ടിയാണ് ടെസ്റ്റിമണിക്കായി ജോസ് പോൾ ചേട്ടനെ ക്ഷണിക്കുന്നു. Praise the Lord. Praise the Lord. Praise the Lord. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. എല്ലാവർക്കും യേശുവിന്റെ നാമത്തില് ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ 1996 ഞാൻ മദ്രാസിലായിരുന്നു. അപ്പം മദ്രാസിലായിരുന്ന സമയത്ത് എൻ്റെ സിസ്റ്ററിന്റെ മാരേജ് അമേരിക്കയിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആരെങ്കിലും വരണമല്ലോ നാട്ടിൽ നിന്ന്. അതിനു വേണ്ടിയിട്ട് വരാനായിട്ട് ഞാൻ അമേരിക്കൻ എംബസിയിൽ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചു. ഒരു നവംബർ മാസമാണ്, നവംബർ 1996. അപ്പോൾ 96 അപേക്ഷിച്ചിട്ട് ആദ്യത്തെ പ്രാവശ്യം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവര് എനിക്ക് വിസ തന്നില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ സിസ്റ്റർ ഇവിടെ ഫയൽ ചെയ്തിട്ടുണ്ട് അമേരിക്കയിൽ. ഫയൽ ചെയ്ത കേസിൽ വിസ കൊടുത്താൽ പല ഒരു പക്ഷെ തിരിച്ചു പോകില്ല എന്നുള്ളൊരു ഭയം അവർക്കുണ്ട്, അതുകൊണ്ടാണ് വിസ ഡിനൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി അമേരിക്ക വിസ കിട്ടാത്തതിന് എളുപ്പമല്ല. സിസ്റ്ററിന്റെ മാരേജ് ഇവിടെ നടക്കുന്നതുകൊണ്ട് നാട്ടിൽ നിന്ന് ആരെങ്കിലും വരണമല്ലോ എന്നുള്ളൊരു കാര്യത്തിൽ ഞാനും ചേട്ടനെ അപേക്ഷിച്ചിരുന്നു. രണ്ടുപേർക്കും നവംബർ മാസം ആദ്യം തന്നെ ഡിനൈ ചെയ്തു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അപ്പോ അങ്ങനെ വന്നപ്പോ എനിക്ക് വലിയ പ്രയാസമായി. കാരണം ആരും പെങ്ങളുടെ കല്യാണത്തിന് വരാൻ പറ്റില്ലല്ലോ എന്നുള്ള പ്രയാസം. അപ്പൊ അങ്ങനെ ഞാൻ മദ്രാസിലായതുകൊണ്ട് ഞാൻ
ഒന്ന് ആലോചിച്ച് വന്ന ഇനി ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാം നമുക്ക്. അപ്പൊ അങ്ങനെ ചേട്ടൻ പിന്നെ രണ്ടാമത് ട്രൈ ചെയ്തില്ല. ഞാനപ്പോ ഒരു 18-ാം തീയതിക്ക് രണ്ടാമത് എനിക്ക് ഒരു ഡേറ്റ് കിട്ടി. അപ്പൊ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ വിചാരിച്ചു നടക്കുന്നു തോന്നല്ല. കാരണം ഞാനപ്പോ എന്റെ മനസ്സിൽ അന്നൊക്കെ പോയിട്ട് ചിന്ത എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് വിസ കിട്ടാന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് വരെ എളുപ്പമാണ്, പക്ഷെ അത്രയ്ക്ക് എളുപ്പമല്ല അമേരിക്കയ്ക്ക് വിസ കിട്ടാന്ന് പറഞ്ഞാൽ. അത്രയും കാരണം അവരുടെ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് വളരെ ഒരു പെട്ടെന്ന് നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അവര് അൺപ്രഡിക്റ്റബിളാ. അതുകൊണ്ട് ഞാൻ എന്നാലും ചുമ്മാ ഒന്ന് കൊടുത്തേക്കാം, നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാം. അപ്പൊ 25-ാം തീയതിയാണ് കല്യാണം, നവംബർ 25-ാം തീയതി. രണ്ടാമത്തെ അറ്റംപ്റ്റ് ചെയ്യണത് 18-ാം തീയതി. അപ്പൊ അപ്പൊ നോക്കി കഴിഞ്ഞപ്പോ ഇവരുടെ അടുത്ത് ഇൻഫ്ലുവൻസും ഒന്നും നടക്കില്ല. നമ്മൾ ഒരു തരത്തിൽ ആരെയും സമീപിക്കാനും പറ്റില്ല. എന്നിരുന്നാലും ഞാൻ നോക്കി ഒന്ന് ശ്രമിച്ചു നോക്കാന്ന് വിചാരിച്ചിട്ട് എനിക്ക് പരിചയമുള്ള ഒരാളോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു എനിക്ക് വലിയ ഇതില്ല, പക്ഷെ ഈ അവിടുത്തെ ഇന്റർവ്യൂ അല്ല, അവിടുത്തെ ഒരു സ്റ്റാഫിന്റെ ഒരു വൈറ്റ് സ്റ്റാഫിന്റെ ഡ്രൈവർ എനിക്ക് പരിചയമുണ്ടെന്ന് പറഞ്ഞു ആള്. പക്ഷെ എങ്ങനെ വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു എന്തായാലും നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ 18-ാം തീയതി എത്തുമ്പോ ഞാൻ നേരം വെളുത്ത് എഴുന്നേറ്റപ്പോ എനിക്ക് പോകാനൊരു താല്പര്യമില്ല. ഞാൻ 7-8 മണി, ഞാൻ താമസിക്കുന്ന അണ്ണാനഗറിലാണ്, ഇത് നുങ്കമ്പക്കാണ്, 1/2 മണിക്കൂർ യാത്രയുണ്ട്. അപ്പൊ ഞാൻ വൈഫിനോട് പറഞ്ഞു എനിക്ക് പോകാൻ തോന്നണില്ല, കാരണം കിട്ടുമെന്ന് തോന്നണില്ല. അപ്പൊ ഞാൻ തലേ ദിവസം കമ്പനിയിൽ എന്റെ മനസ്സിൽ ഞാനിങ്ങനെ പറഞ്ഞു, നാളെ ഈ വിസ കിട്ടുകയാണെങ്കിൽ അതൊരു അത്ഭുതമായിരിക്കും, അത് ദൈവത്തിന്റെ ഒരു ഇടപെടലായിരിക്കുന്നു ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത്. അങ്ങനെ ഞാൻ 18-ാം തീയതി മനസ്സോടുകൂടി ഞാനൊരു 9 മണിയായപ്പോ എന്റെ കമ്പനിയിൽ നിന്ന്, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ഞാൻ തന്നെ ഒരു ലെറ്റർ എഴുതി. ഞാനിങ്ങനെ സിസ്റ്ററുടെ മാരേജിന് വേണ്ടിയാണ് പോണത്, അതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ യാതൊരു താല്പര്യമില്ല, ഇത് കഴിഞ്ഞ് തിരിച്ചു പോരാനാണ് എന്റെ പ്ലാൻ. അങ്ങനെ ഞാനൊരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്തു. കൂടാതെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ അവിടെ ഇരിക്കും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ആളും അല്ലെങ്കിൽ ഈ ഇൻഫ്ലുവൻസിന് വേണ്ടിയിട്ട് സമീപിച്ച ആളെന്ന് ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. അപ്പൊ ഞാൻ അവിടെ ചെന്ന് 10 മണിയായപ്പോ ഞാൻ അകത്ത് കയറി കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോ എന്റെ പേര് അവിടെ വരണം, ഇങ്ങനെ വിൻഡോ നമ്പർ 6 എന്നും പറഞ്ഞിട്ട് അതിൽ എഴുതി കാണിക്കണം, എന്റെ പേര് എഴുതി കാണിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും അവിടെ സംഭവിച്ചിട്ടുണ്ടോ, ആരെങ്കിലും ഒരു സംശയം. അങ്ങനെ ഞാൻ ആ വിൻഡോയിലേക്ക് ചെന്ന് കഴിഞ്ഞു. അപ്പൊ ഒരു ലേഡിയാണ്. അപ്പൊ ആ ലേഡി ചോദിച്ചു ഇങ്ങനെ നിങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമോ? ഞാൻ തിരിച്ചു വരും, എനിക്ക് പിള്ളേരും വൈഫൊക്കെ ഇവിടെയാണ്, പിന്നെ ഞാനിവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, അപ്പൊ അതുകൊണ്ട് എനിക്ക് തിരിച്ചു വരാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവരപ്പൊ തന്നെ അകത്ത് പോയി കുറച്ച് എന്തോ ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് 1-2 ചോദ്യങ്ങൾ കൂടി ചോദിച്ചു കഴിഞ്ഞിട്ട് ഒരു 11:30 ആയപ്പോ എന്നോട് പറഞ്ഞു യുവർ വിസ ഇസ് അപ്രൂവ്ഡ്. അങ്ങനെ 4 മണിക്ക് അത് വിസ പാസ്പോർട്ടിൽ അടിച്ചു തരാന്ന് പറഞ്ഞു. അങ്ങനെ 4 മണിക്ക് ഇത് കിട്ടി. ഞാൻ ലീവ് എടുത്തിട്ടില്ല, ഒരു പ്ലാൻ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. 18-ാം തീയതി ടിക്കറ്റ് ഇല്ല, ഒന്നുമില്ല. അത് കിട്ടി ഉടനടി തന്നെ ഞാൻ വീട്ടിൽ ചെന്ന് അപ്പത്തടുത്ത മദ്രാസ് മെയിലില് നാട്ടിൽ വന്ന് അന്ന് തന്നെ ഉച്ചയ്ക്ക് ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് ബോംബെ വഴി ഞാൻ അമേരിക്കയിൽ ഓടിയെത്താണ്. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ നിങ്ങൾ ഓടിയെത്തിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ എത്തി കല്യാണത്തിൽ പങ്കെടുത്തു, കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പൊ ഞാൻ ഇന്നും കണക്കാക്കുന്നത് ദൈവത്തിന്റെ ഒരു ഇടപെടലാണ്. ദൈവം അന്ന് ഒരാളെങ്കിലും അറ്റ്ലീസ്റ്റ് ആ കല്യാണത്തിന് പങ്കെടുക്കാനായിട്ടുള്ള രീതിയിൽ എന്നെ സഹായിച്ചു എന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിന്. 96-ൽ അങ്ങനെ ആദ്യമായിട്ട് വരാൻ പറ്റി. അപ്പൊ അത് എൻ്റെ ഒരു സാക്ഷ്യമാണ്. അതിന്റെ എല്ലാ മഹത്വവും അങ്ങ് വരാൻ പറ്റിയതിന്, പരിപാടിയിൽ വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിന് അത് ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതേട്ടാ, നമ്മൾ ഒത്തിരിയേറെ കേട്ടുള്ള കാര്യമാണ്. ഞാനും കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ഓൾറെഡി ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കൊടുക്കുകയില്ല എന്നുള്ളത്. അപ്പൊ ജോസേട്ടന്റെ ടെസ്റ്റിമോണി വഴി നമുക്ക് മനസ്സിലായി ദൈവത്തിന് അസാധ്യമായിട്ടുള്ള യാതൊന്നുമില്ല എന്നുള്ള ആ വിശ്വാസവും എല്ലാം നമുക്ക് മനസ്സിലായി. നമുക്ക് അടുത്ത ക്ലാസ്സിന് വേണ്ടി ഷീച്ചറിനെ ക്ഷണിക്കുന്നു. ഇതിനകത്ത് നമ്മൾ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ആൽവിനെ? എന്റെ ഫോണാ, ലാപ്പല്ല, അതുകൊണ്ടാ. ഫോണിലാണോ? ആ, ഫോണിലാണെന്നുണ്ടെങ്കിൽ ഷീച്ചയുടെ താഴെ ഒരു
മോർ ഓപ്ഷനാ? താഴെ ഷെയർ എന്ന ഓപ്ഷൻ കണ്ടോ? ഷെയർ എന്ന ഓപ്ഷൻ കണ്ടു, അതിലെടുത്തിട്ട് ആകുന്നില്ല. അത് എന്നിട്ട് ഓ ഓ ഓക്കെ. ഫുള്ളി ഹോസ്റ്റ് ക്യാൻ ഒരു മിനിറ്റ് ഞാൻ ഷിൻചാൻ ഹോസ്റ്റ് ആണല്ലോ. ഇപ്പൊ നോക്കിയെന്ന്. എന്നിട്ട് ആ ഷെയർ എടുത്തിട്ട് ഏതാ ചെയ്യണ്ടേ? അതിനകത്ത് കുറെ വരുന്നു, ഡോക്യുമെന്റ്, ക്യാമറ, സ്ക്രീൻ. ഷിൻചാന്റെ ഇപ്പൊ ഇരിക്കുന്ന എങ്ങനെയാ? സ്ക്രീനാണോ കാണിക്കുന്നത്? ആ, അപ്പൊ സ്ക്രീൻ എടുത്തായി. സ്ക്രീൻ ഓപ്ഷൻ ഇല്ലേ? സ്ക്രീൻ എടുക്കുമ്പോൾ സ്റ്റാർട്ട് റെക്കോർഡിംഗ് ഓർ ആ കാസ്റ്റിംഗ് വിത്ത് സൂം. കാസ്റ്റിംഗ് ഓപ്ഷൻ ഉണ്ടോ? കാസ്റ്റിംഗ് വിത്ത് സൂം. കാസ്റ്റ് ചെയ്തേ. കാസ്റ്റ് സ്റ്റാർട്ടിനാവുന്ന കൊടുത്താൽ മതി. ആ ഓക്കെ, സ്റ്റാർട്ടിനാവ് കൊടുക്കുമ്പോൾ എയർടെൽ, ആൻഡ്രോയിഡ്, കാൽക്കുലേറ്റർ, ഇങ്ങനെ കുറേ സാധനം വരുന്നുണ്ട് ഇതിലുള്ളതെല്ലാം. ഇതിലേതാ പോന്നാവും? സ്റ്റാർട്ട് സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ? ഒരു മിനിറ്റ്. ക്ലിക്ക് ചെയ്യുമ്പോഴേ ചോദിക്കുന്നില്ലേ ഏറ്റവും മുകളിൽ സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ കണ്ടായിരുന്നോ? സ്ക്രീൻ ഒരു മിനിറ്റ്. ഇപ്പം കാണത്തില്ല. ഞാൻ മാറ്റി. ഓൺലി ഹോസ്റ്റ് ക്യാൻ ഷെയർ ഇൻ ദിസ് മീറ്റിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ മാറ്റി ഇപ്പൊ നോക്കാവോ? അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇപ്പൊ കാണാം. സ്ക്രീൻ കാണാം. ഇനി കിട്ടുന്നുണ്ടോ? സ്ക്രീൻ കാണാം. അപ്പൊ ഇനി ഞാൻ അതിൽ പോയിട്ട് അത് എടുത്താൽ മതിയായിരിക്കും അല്ലേ? അതെടുത്താൽ മാത്രം മതി. ഞാൻ കാണാം. ഇപ്പൊ സൂമിൽ എടുത്ത. ഓക്കെ. ഇനി ഡോക്യുമെന്റ് എടുത്തു. ഇനി കാണിക്കാനുള്ളത് എടുത്താൽ. കാണാവോ? ഇല്ല, ഇപ്പം പേര് കാണത്തുള്ളൂ. ഇല്ല, കാണത്തില്ല. ഇപ്പൊ പേര് മാത്രമേ കാണിക്കുന്നുള്ളൂ. സ്ക്രീൻ കാണുന്നില്ല. ഒരു മിനിറ്റ്. ഇപ്പൊ ഒന്ന് എടുത്തു നോക്കി. ഇപ്പം കാണാം. സ്ക്രീനിൽ വന്നിട്ടുണ്ടോ? ഇപ്പൊ കാണാം. എല്ലാം ഇല്ല. ഇപ്പൊ അത് തന്നെ കാണാം. ഇപ്പൊ കാണാം. കാണാം. ഉണ്ടോ? ആ. ഓക്കെ, ജെനി ഷെയർ ചെയ്തിട്ടുണ്ടോ? ഓക്കെ. ഞാനങ്ങനെ നോക്കിയിട്ടും. ഓക്കെ. താങ്ക് യു ജെനി. അപ്പം പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച 2 ആഴ്ചകളിലൂടെ നമ്മൾ 3 ആഴ്ചയിലൂടെ പോയപ്പം ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ ഒന്നാമത് ചിന്തിച്ചു. ആ ദൈവരാജ്യം സ്നേഹിക്കുന്ന പിതാവ് ഭരിക്കുന്ന ഇടമാണെന്നും അവിടുന്ന് വ്യക്തിപരമായി ഒരു വാദികളും കൂടാതെ നമ്മളായിരിക്കുന്ന വിധം നമ്മളെ സർവ്വശക്തിയോടും കൂടെ സ്നേഹിക്കുന്നെന്നും ഈ സ്നേഹം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ച് അതെല്ലാവരുമായി പങ്കുവെച്ച് ജീവിക്കണമെന്നും നമ്മൾ ആദ്യമേ മനസ്സിലാക്കി. ഇങ്ങനെ പലപ്പോഴും നമുക്ക് ഈ സ്നേഹം അനുഭവിക്കാനോ വേണ്ടതുപോലെ പങ്കുവെക്കാനോ കഴിയാതെ പോകുന്നത് നമ്മുടെയും മനുഷ്യവർഗം മുഴുവൻ്റെയും പാപാവസ്ഥ മൂലമാണ് എന്നാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടെത്തിയത്. നമ്മളൊക്കെ ദുർഭകരായ മനുഷ്യരാണ്. ദേഷ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ദേഷ്യപ്പെട്ടു പോവുകയാണ്. നുണ പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല, നുണ പറഞ്ഞു പോവുകയാണ്. കുറ്റപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നില്ല, പക്ഷെ കുറ്റപ്പെടുത്തി പോവുകയാണ്. നമ്മുടെ ദുർഭകമായ ഒരു സ്ഥിതിയാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നത് പോലെ, ഞാൻ ദുർഭകനായ മനുഷ്യൻ, ആരാണ് എന്നെ പാപകരമായി ശരീരത്തിൽ നിന്ന് മോചിപ്പിക്കുക? ഞാൻ നന്മ ആഗ്രഹിക്കുന്നു, നന്മ ഇച്ഛിക്കുന്നു, എങ്കിലും ഞാൻ തിന്മ ചെയ്യുന്നു എന്നാണ് അപ്പോസ്തലനിലൂടെ നാം മനസ്സിലാക്കിയത്. പ്രിയപ്പെട്ടവരെ, ഈ പാപാവസ്ഥയിൽ നിന്ന് ആര് നമ്മളെ രക്ഷിക്കും? നമുക്ക് സ്വയമേവ രക്ഷപ്പെടുക സാധ്യമല്ല. കാരണം എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു, എൻ്റെ കൊച്ചിൻ്റെ ഒറ്റ അടി വെച്ച് കൊടുത്തു. ഞാൻ പോയി അപ്പനോട് പറഞ്ഞു, അപ്പ എനിക്ക് അബദ്ധം പറ്റി, ഞാൻ പെട്ടെന്ന് ദേഷ്യം വന്ന് അടിച്ചു, കൊച്ചിന്റെ തല പൊട്ടി. അപ്പന് ദേഷ്യം വന്നു, അപ്പൻ ഒറ്റ തല്ല് എനിക്കിട്ട് വെച്ച് തന്നു. എടാ, 3-3.5 വയസ്സുള്ള കൊച്ചിനെ തല്ലിയോ നീ എന്ന് ചോദിച്ചു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അപ്പം പറയുന്നത്, അയ്യോ നിന്നെ കഴിഞ്ഞ് ദേഷ്യം എനിക്കാണ്. ഞങ്ങൾ പോയി വികാരിച്ചനോട് സംസാരിച്ചു ദേഷ്യം മാറാൻ വേണ്ടി. വികാരിച്ചൻ പെട്ടെന്ന് ചൂടായി. കുറച്ച് കഴിഞ്ഞ് വികാരിച്ചൻ പറഞ്ഞു എനിക്ക് ദേഷ്യമാണ്. അങ്ങനെ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും ദേഷ്യമാണ്. പിന്നെ എങ്ങനെയാണ് എൻ്റെ ദേഷ്യം മാറ്റുന്നത്? ഇവിടെയാണ് ഇന്ന് നാം കണ്ടെത്തുന്ന ബൈബിളിന്റെ അടിസ്ഥാനപരമായ മറ്റൊരു കാര്യം. അത് നമ്മളെ ഈ പാപാവസ്ഥയിൽ നിന്ന് രക്ഷിച്ചവൻ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിലൂടെയാണ്
നമ്മളെല്ലാവരും ഈ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, അധീനതയിൽ നിന്ന് രക്ഷ നേടിയത്. എങ്ങനെയാണ് യേശുക്രിസ്തു നമ്മളെ രക്ഷിച്ചത് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മൾ ഒന്ന് രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ തന്നെ സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് നാം കാണുന്നു. പാവാവസ്ഥയിലായിപ്പോയ മനുഷ്യനെ നാം കാണുന്നു. അവിടെ ഉൽപ്പത്തി 3:15 നമ്മൾ വായിക്കുന്നു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ പരിക്കേൽപ്പിക്കും. അവിടെ വെച്ച് തന്നെ രക്ഷകനെ ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്. ഈ വാഗ്ദാന പ്രകാരമുള്ള രക്ഷകനാണ് യേശുക്രിസ്തു എന്ന് അപ്പസ്തോലൻ ഗലാത്യ 4:4 നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പ്രിയപുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ യേശുക്രിസ്തു കാലസമ്പൂർണതയിൽ അവൻ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനാണ്. അവൻ വന്ന് ജനിച്ചു എന്നുള്ളതാണ് വിശുദ്ധ വചനത്തെ ഗലാത്യയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:21 നമ്മൾ വായിക്കുന്നു, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അപ്പം ഉൽപ്പത്തിയിൽ ആരംഭിക്കുന്ന രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നത് കാലസമ്പൂർണതയിൽ വന്നപ്പോൾ പരിശുദ്ധ മറിയത്തിലൂടെ അവൻ ഇവിടെ വന്ന് നമ്മുടെ രക്ഷകനായി എന്നുള്ളത് വിശുദ്ധ വചനത്തിലൂടെ നാം കാണുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:21 നമ്മൾ വായിക്കുന്നു, ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ആ കാലസമ്പൂർണതയിൽ ജനിച്ച രക്ഷകനാണ് യേശു ക്രിസ്തു. അവൻ പാപ പരിഹാരകനാണ്, പാപത്തിന് പരിഹാരം ചെയ്യുന്നവനാണ് എന്ന് നമ്മൾ വായിക്കുകയാണ്. ലൂക്ക 2:28-30 ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവെ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. പ്രവാചകൻ ആ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനെ തന്നെയാണ് താൻ കൈകളിൽ എടുത്തിരിക്കുന്നത് എന്ന നല്ല ബോധ്യത്തോടും തിരിച്ചറിവോടും കൂടി ആത്മാവിനാൽ നിറഞ്ഞു പറയുകയാണ്, അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ചുള്ള രക്ഷകനെ ഞാൻ കണ്ടു എന്ന് ലൂക്കായുടെ സുവിശേഷം 2:28-30 വാക്യങ്ങളിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഈ രക്ഷകനെ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്നും വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന രക്ഷകനാണ് ഇവിടെ വന്ന് ജനിച്ചിരിക്കുന്നതെന്നും വചനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കടന്നു വരുമ്പോൾ ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ദൈവവചനം നമ്മളോട് പറയുന്നത് 2 പേരുടെ സാക്ഷ്യം സത്യമാണ്. അപ്പൊ യേശു തന്നെയാണ് വാഗ്ദാനം അനുസരിച്ചുള്ള രക്ഷകൻ എന്നതിന് സാക്ഷ്യം എന്താണ് വിശുദ്ധ വചനം പറയുന്നത്? വചനം കൃത്യമായി പറയുന്നുണ്ട് സാക്ഷ്യം എന്താണ്. ഒന്നാമത് ലൂക്ക 4:18 യേശു തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അവിടുന്ന് ആ സിനഗോഗിൽ എഴുന്നേറ്റ് നിന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. യേശുക്രിസ്തു തന്നെ യോഹന്നാൻ 10:10 ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. പറുദീസായിൽ പാപം ചെയ്തത് വഴി ജീവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ, എന്നാൽ യേശുക്രിസ്തു പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് ജീവന്റെ സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയാണ്, നൽകാൻ വേണ്ടിയാണ്, ഞാൻ യഥാർത്ഥ രക്ഷകനാണ്. യേശുക്രിസ്തു തന്നെ യേശുക്രിസ്തു തന്നെ താനാണ് രക്ഷകൻ, വാഗ്ദാനം അനുസരിച്ച് ലോകത്ത് വന്നവൻ, പാപത്തിന് പരിഹാരമായി ലോകത്തിൽ വന്ന് സകലരെയും രക്ഷിക്കുന്നവൻ എന്ന് പറയുകയാണ്. സ്നാപക യോഹന്നാൻ, അവസാനത്തെ പ്രവാചകൻ എന്ന് നമുക്ക് വിളിക്കാം, സ്നാപക യോഹന്നാൻ എന്താ പറയുന്നത്? യോഹന്നാൻ 1:34 ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ സ്നാപക യോഹന്നാന്റെ സാക്ഷ്യമാണ്, സത്യമായും ഇവൻ ദൈവപുത്രനാണ്, ഞാൻ അത് കാണുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു, ഇവൻ തന്നെയാണ് വാഗ്ദാന പ്രകാരമുള്ള രക്ഷകൻ എന്ന് സ്നാപകൻ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഗ്രന്ഥം
ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വിശുദ്ധ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് നാം വായിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 5:39, വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. യേശുക്രിസ്തു പറയുന്ന കാര്യമാണ്. വചനം പഠിച്ച യഹൂദരോട്, പുരോഹിതരോട്, മതശ്രേഷ്ഠരോട് അവിടുന്ന് പറയുകയാണ്, വിശുദ്ധ ലിഖിതം നിങ്ങൾ പഠിക്കുന്നുണ്ട്, ആ വിശുദ്ധ ലിഖിതം അവനിൽ നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു. ആ വിശുദ്ധ ലിഖിതം തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ വാഗ്ദാനം അനുസരിച്ച് രക്ഷകനായി ഇവിടെ വന്നിരിക്കുന്നവനാണ് എന്നുള്ളത്. അടുത്ത ഒന്ന്, യേശു സാക്ഷ്യം നൽകുന്നു, സ്നാപക യോഹന്നാൻ സാക്ഷ്യം നൽകുന്നു, വിശുദ്ധ ലിഖിതം മുഴുവൻ യേശുവാണ് രക്ഷകൻ എന്ന് സാക്ഷ്യം നൽകുന്നു. പിതാവായ ദൈവം ഇവൻ തന്നെയാണ് രക്ഷകൻ എന്ന് സാക്ഷ്യം നൽകുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 3:17 ഈശോയുടെ സ്നാന അവസരത്തിൽ പിതാവ് സാക്ഷ്യപ്പെടുത്തുന്ന രംഗമാണ് അവിടെ നാം കാണുന്നത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ആ ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. ഇവൻ വാഗ്ദാനം അനുസരിച്ച് ഞാൻ അയച്ച രക്ഷകനാണ് എന്ന് പിതാവ് തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പൊ വാഗ്ദാനം അനുസരിച്ച് യേശുവാണ് രക്ഷകനെന്നും, ആ വാഗ്ദാനം അനുസരിച്ച് വന്ന യേശുക്രിസ്തു തന്നെയാണ് രക്ഷകനെന്ന് യേശു തന്നെ പറയുന്നു, സ്നാപക യോഹന്നാൻ പറയുന്നു, വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ തെളിവ് തരുന്നു, പിതാവ് പറയുന്നു. എങ്ങനെയാണ് അവൻ രക്ഷ പൂർത്തിയാക്കിയത് എന്നുള്ളതാണ്. പാപത്തിന്റെ പരിണത ഫലമായി ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി, അടിമത്തത്തിലേക്ക് ആയിപ്പോയി. കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് കണ്ടതാണ്. ദൈവവുമായി, മനുഷ്യരുമായി, തന്നോട് തന്നെ പ്രപഞ്ചം മുഴുവനുമുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ബന്ധത്തിലായിരിക്കേണ്ടവൻ തിന്മയുടെ അടിമത്തത്തിലേക്ക് ആവുകയാണ്. ഫിലിപ്പിക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് അവൻ വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ശരീരത്തോടും അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ അവൻ ജന്മമെടുത്തു. അനുസരണമുള്ളവനായി കുരിശുമരണം വരെ തന്നെ അനുസരണമുള്ളവനാക്കി. അനുസരണക്കേട് കാണിച്ച ഒരു മനുഷ്യൻ പാപത്തിലേക്ക് സകല ജനപദങ്ങളെയും കൊണ്ടുപോയെങ്കിൽ മരണം വരെ പിതാവിന്റെ ഹിതം മാത്രം അന്വേഷിച്ച് പിതാവിന്റെ ഇഷ്ടം മാത്രം നോക്കി ദൈവമായിരുന്നിട്ടും ദൈവവുമായുള്ള സമാനത നിലനിർത്താതെ അവൻ മനുഷ്യരൂപമെടുത്ത് മനുഷ്യൻ അനുസരിക്കേണ്ട സ്ഥാനത്ത് നിന്ന് അവൻ മനുഷ്യനെ പോലെ പരിപൂർണമായി അനുസരിച്ചുകൊണ്ട് അവൻ ഈ പാപത്തിന് പരിഹാരം ചെയ്യുകയാണ്. അവൻ തന്നെ പരിപൂർണമായി പിതാവിന്റെ ഹിതത്തിന് സ്വയം സമർപ്പിച്ചുകൊണ്ട് അവൻ അടിമത്തത്തിൽ നിന്ന് നമ്മളെ വിമോചിപ്പിക്കുകയാണ്. എഫെസോസ് 2:14 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ, കാരണം അവൻ നമ്മുടെ സമാധാനമാണ്, ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിച്ചു, ശത്രുതയുടെ കെട്ടുകൾ തകർക്കുകയും ചെയ്തു എന്ന വിശുദ്ധ വചനം നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈശോയുടെ മരണസമയത്ത് പാപത്താൽ പിടിക്കപ്പെട്ട് മരണത്തിന് അർഹനായ ബറാബാസ്, നിയമം അനുസരിച്ച് അവൻ പാപത്തിന് പിടിക്കപ്പെട്ടവനാണ്, തെറ്റുകാരനാണ്, മരണാർഹമായ ശിക്ഷ അവന് കിട്ടേണ്ടതാണ്. പക്ഷേ യേശുക്രിസ്തു വന്ന് ആ ബറാബാസിന് പകരക്കാരനായി ഞങ്ങൾക്ക് ബറാബാസിനെ വിട്ടുതരിക. നമ്മൾ നോമ്പുകാലത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. നമുക്ക് ജനക്കൂട്ടവും എല്ലാവരും വിളിച്ചു പറയുകയാണ്, ഞങ്ങൾക്ക് ബറാബാസിനെ വിട്ടുതരിക, യേശുക്രിസ്തുവിനെ ക്രൂശിക്കുക, മരണത്തിന് വിട്ടുകൊടുക്കുക എന്ന്. അപ്പൊ ഒരു തെറ്റും ചെയ്യാത്തവൻ, പാപം ചെയ്യാത്തവൻ, അവൻ നമ്മുടെ എല്ലാം പ്രതിനിധിയാണ്. ആ പാപം ചെയ്യാത്ത എല്ലാ മനുഷ്യരെയും പാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് പാപത്തിന്റെ നമ്മുടെ എല്ലാം പ്രതിനിധിയായി നിൽക്കുന്ന ബറാബാസിനെ മോചിപ്പിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? അവൻ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവിടെ നമ്മൾ കാണുന്നുണ്ട്, 2 രാജാക്കന്മാർ തമ്മിൽ ശത്രുതയിലായിരുന്നു. അവർ തമ്മിൽ ഒരുമിക്കുകയാണ്. ക്രിസ്തുവിന്റെ ഈ മരണം, ഈ പീഡാസഹന ഇടപെടൽ, ആ ചരിത്രം വായിക്കുമ്പോൾ നമുക്കറിയാം, 2 ശത്രുക്കളായിരുന്നവർ അവർ തമ്മിൽ അനുരഞ്ജനപ്പെടുകയാണ്, ഒന്നായി തീരുകയാണ്. അപ്പം ദൈവത്തോടും മനുഷ്യരോടും പ്രപഞ്ചത്തോടും തന്നോട് തന്നെയുമുള്ള ബന്ധത്തിലെ അനുരഞ്ജനം സാധ്യമാക്കാനായിട്ട് ക്രിസ്തുവിന്റെ ക്രൂശിലെ ബലി സാധ്യതമാവുകയാണ്. കൊളോസോസ് 1:20 സ്വർഗത്തിലും ഭൂമിയിലുമുള്ള
എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പൊ യേശുക്രിസ്തുവിന്റെ കുരിശിലെ മരണം വഴി, അവന്റെ പീഡാസഹനവും ഉത്ഥാനവും മഹത്വീകരണവും വഴി സമാധാനം സാധ്യതമായി. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളുമായിട്ടുള്ള അനുരഞ്ജനം സാധ്യമായി. ആ ദൈവത്തോട് അനുസരണത്തിലൂടെ തന്നെ ഒന്നു ചേർത്തുകൊണ്ട് ദൈവവുമായിട്ടുള്ള അനുരഞ്ജനം സാധ്യമാക്കി. അവൻ തന്നോട് തന്നെ, ദൈവത്തിന്റെ മകൻ എന്ന നിലയിൽ, മനുഷ്യൻ എന്ന നിലയിൽ തന്നോട് തന്നെ അവൻ അനുരഞ്ജനം പൂർത്തിയാക്കി. നമുക്കറിയാം, കുരിശിലേക്ക് ഈശോ കയറുന്നത് ആരും നിർബന്ധിച്ചിട്ടല്ല, സ്വയമേ അവൻ ആ കുരിശ് സ്വീകരിക്കുകയാണ്. അവൻ തന്നോട് തന്നെയുള്ള അനുരഞ്ജനം സാധ്യമാക്കി. അവൻ പറഞ്ഞു, സ്നേഹിതന് വേണ്ടി ബലി അർപ്പിക്കുന്നതിനെ കഴിഞ്ഞും വലിയ സ്നേഹമില്ല. അവൻ അത് പറയുക മാത്രമല്ല, അവൻ നമ്മളെ എല്ലാം, മനുഷ്യവർഗത്തെ മുഴുവൻ തന്റെ സ്നേഹിതരായി കണ്ടുകൊണ്ട്, അങ്ങനെയാണല്ലോ യേശുക്രിസ്തു പറയുന്നത്, അപ്പസ്തലന്മാരെ കാല് കഴുകിയിട്ട്, ഇനിമേൽ നിങ്ങൾ എൻ്റെ ദാസരോ യജമാനന്മാരോ അല്ല, എൻ്റെ സ്നേഹിതന്മാരാണ്, ഞാൻ നിങ്ങളെ എൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കുന്നു. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനെ കഴിഞ്ഞും വലിയ സ്നേഹമില്ലെന്ന് പറഞ്ഞവൻ അവരെ സ്നേഹിതരായി വിളിക്കുകയും അങ്ങനെ സ്നേഹിതരായ അവർക്ക് വേണ്ടി തൻ്റെ ജീവൻ സമർപ്പിക്കുക, അവരുമായി എല്ലാ മനുഷ്യനുമായുള്ള അനുരഞ്ജനം സാധ്യതമാക്കി. പ്രപഞ്ചം മുഴുവനുമായിട്ടുള്ള അനുരഞ്ജനം അവിടുന്ന് സാധ്യതമാക്കുകയാണ്. അങ്ങനെ എല്ലാ അടിമത്തത്തിൽ നിന്നും അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു എന്ന് ഈ വചനഭാഗത്തിലൂടെ, ധാരാളം വചനമുണ്ട്, ഈ വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. അവൻ പാപപരിഹാരം ചെയ്തു. എങ്ങനെയാണ് പാപപരിഹാരം ചെയ്തത്? അടിമത്തത്തിൽ നിന്ന് അവൻ മോചിപ്പിച്ചുകൊണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു. അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. എങ്ങനെയാണ്? അവളൊരു കഥ പറഞ്ഞാൽ ഇപ്രകാരമാണ്. ഇപ്പൊ നിങ്ങൾക്ക് പലർക്കും എന്നെയും ഷിബുവിനെയും അറിയാമായിരിക്കും. ഞങ്ങൾ ഒരേപോലെയാണ് ഇരിക്കുന്നത്. ഞാൻ, ജെന്നി ജോൺസൺ, ഞങ്ങൾ ടീമംഗങ്ങൾ എല്ലാവരും കൂടെ വിശുദ്ധ നാട് പോകാനായിട്ട് ഒരു സംരംഭമുണ്ടാക്കി. അങ്ങനെ ഞങ്ങളെല്ലാവരും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി, കുറെ പണം സ്വരുക്കൂട്ടി. നമ്മുടെ കൂടെയുള്ള ജോഷിയച്ഛനെ പിടിക്കാം, അതാണ് നല്ലത്. ഇപ്പൊ ജോഷിയച്ഛനെ ഞങ്ങൾ എന്ത് ചെയ്തു, സഹായിക്കാം, ബാക്കിയെല്ലാം എടുത്തോ, അവിടെ പോയി ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഞാൻ പറയാം. വളരെ കുറച്ച് പൈസയ്ക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയൊക്കെ ചെയ്യാം. ജോഷിയച്ഛൻ അവിടെ ഉണ്ടായിരുന്ന ആൾ കൂടിയാണ്. ഞങ്ങളെല്ലാം റെഡിയാക്കിയ അവസാന നിമിഷമാണ് ജോഷിയച്ഛന് വേറെന്തോ കാര്യം വന്ന് ഞങ്ങളെ കൊണ്ടുപോകാനോ ഞങ്ങളുടെ കൂടെ വരാനോ പറ്റാത്തൊരു സാഹചര്യം വന്നു. ഇത് പെട്ടെന്ന് പ്രകോപിതനായി എന്ത് ചെയ്തു, ഞാൻ എൻ്റെ കയ്യിലിരുന്ന ഒരു കമ്പ് കൊണ്ട് ഒറ്റ കുത്തു കൊടുത്തു. പക്ഷേ ജോഷിയച്ഛൻ മരിച്ചുപോയി. നമ്മളങ്ങനെ പ്രതീക്ഷിച്ചല്ല. പക്ഷെ അപ്പൊ എന്ത് ചെയ്യും, എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ജോഷിയച്ഛൻ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ബാക്കി കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അപ്രതീക്ഷിതമായ ഇതിൽ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ കൂടെ ഷിബുവില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഈ വീട്ടിൽ ചെന്ന് ഞാൻ ഈ കുത്തിയ സാധനമൊക്കെ കൊണ്ടുപോയി ഷിബുവിന്റെ കട്ടിലിന്റെ അടിയിലൊക്കെ വെച്ചു. ഞങ്ങളെല്ലാവരും കൂടെ ഇവിടുന്ന് കയറി അവിടെ ചെന്നപ്പോഴാണ് പോലീസ് അന്വേഷണമായി അവസാനം തൊണ്ടി മുതലോടുകൂടെ ഷിബുവിനെ പിടിക്കപ്പെട്ടു എന്ന് അറിയുന്നത്. അപ്പം തിരിച്ചു വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ബ്രദറെ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടു എന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ അവിടുന്ന് ബാക്കി ആരും എല്ലാവരും കൂടെ വിട്ടില്ല. കാരണം വിട്ടാൽ ഒരാൾ പിടിക്കപ്പെട്ടാൽ എല്ലാവരും പിടിക്കപ്പെടുമല്ലോ. ഇവിടെ ഞാൻ ഒരു തരത്തിൽ എത്തിയപ്പോൾ എൻ്റെ കൂട്ടുകാരെയൊക്കെ ജനീടെ എല്ലാം കണ്ണുവെട്ടിച്ച് ഒരു തരത്തിൽ ഞാൻ നാട്ടിൽ വന്നപ്പോൾ അന്ന് ഞാൻ ഉച്ച കഴിഞ്ഞ് എത്തുന്നു. രാവിലെ തന്നെ ഷിബുവിനെ തൂക്കിക്കൊല്ലുകയാണ്. തൂക്കുകയർ കിട്ടി ഷിബു വധിക്കപ്പെട്ടു. ഞാൻ പോയി ജഡ്ജിയുടെ അടുത്ത് ചെന്ന് എല്ലാം പറഞ്ഞു. ജഡ്ജിക്ക് മനസ്സിലായി ഞാനാണ് കൊന്നത്, ഷിബു അല്ല. പക്ഷെ ഷിബുവിനെ ശിക്ഷിക്കാൻ പറ്റില്ല എന്നെ. കാരണം എന്താണ്? പാപം ചെയ്യാത്ത ഒരുവൻ ഈ പാപത്തിന് വേണ്ടി ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. എൻ്റെ ബ്രദർ എന്നെ പോലെ തന്നെ ഇരിക്കുന്നു, ഒരു വ്യത്യാസവും ഇല്ല, ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ ജഡ്ജി പറഞ്ഞു, സോറി, ഇനി ശിക്ഷിക്കാനാവില്ല. കാരണം പാപം ചെയ്യാത്തവൻ, താങ്കളുടെ സഹോദരൻ താങ്കൾക്ക് പകരക്കാരനായി ശിക്ഷിക്കപ്പെട്ടത് കൊണ്ട് താങ്കൾക്ക് ശിക്ഷ തരാൻ പറ്റില്ല. ഇവിടെ വരെ അതേസമയം തെറ്റ് ചെയ്ത ഞാനാണ് പിടിക്കപ്പെട്ടതെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും ഇനിയും കൂട്ടുകാരുമെല്ലാം അവർ എൻ്റെ കൂടെ തെറ്റ് ചെയ്തതുകൊണ്ട് അവർ എപ്പോൾ പിടിക്കപ്പെട്ടാലും അവർ എൻ്റെ കൂടെ ചെയ്ത കൂട്ടുപ്രതികളായതുകൊണ്ട് അവർ ശിക്ഷിക്കപ്പെടും. വാസ്തവത്തിൽ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ എങ്ങനെയാണ് അവൻ നമ്മളെ രക്ഷിച്ചതെന്ന് ചോദിച്ചാൽ, പാപം ചെയ്യാത്തവൻ പാപികളായ നമുക്ക് വേണ്ടി
ഒരു തെറ്റും ചെയ്യാത്തവൻ, നീതിമാനായവൻ, നീതിരഹിതരായ നമുക്ക് വേണ്ടി ശിക്ഷ ഏറ്റെടുത്തു. അതുവഴി നമ്മളൊക്കെ സ്വതന്ത്രരായി. അതാണ് കൊളോസോസ് 1:13-14 നമ്മൾ വായിക്കുന്നത്. അതുതന്നെയാണ് 1 യോഹന്നാൻ 2:2 നമ്മൾ വായിക്കുന്നത്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. കൊളോസോസ് 2:14-15 നമ്മളത് വായിക്കുകയാണ്. ഇത് അവിടുത്തെ കുരിശ് മരണം വഴി അവൻ നമ്മുടെ മനുഷ്യവർഗം മുഴുവന്റെയും പാപത്തിന് പരിഹാരം ചെയ്ത് നമ്മളെ അവൻ രക്ഷിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയാണ്. 2, അവിടുത്തെ ഉത്ഥാനം നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി. എങ്ങനെയാണ് അവിടുത്തെ ഉത്ഥാനം നമ്മുടെ രക്ഷയ്ക്ക് കാരണമായത്? അവൻ പാപത്തിന് പരിഹാരമായി മരിക്കുക മാത്രമാണ് ചെയ്തതെങ്കിൽ അവൻ പാപത്തിന്റെ വേദനമായ മരണത്തെ സ്വീകരിക്കുക മാത്രമാണ് ചെയ്തത്. കാരണം പാപത്തിന്റെ വേദനം എന്താണ്? മരണമാണ്. അവൻ മരിക്കുക മാത്രമാണ് ചെയ്തതെങ്കിൽ അത് സാധാരണ എല്ലാ മനുഷ്യരെയും പോലെ പാപത്തിന്റെ പരിണിത ഫലമായി മരിച്ചു എന്ന് തന്നെയാണ്. എന്നാൽ അവൻ പാപത്തിന്റെ വേദനമായ മരണത്തെ അതിജീവിച്ചുകൊണ്ട് അവൻ 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റു. എന്താണത്? അത് അവൻ നമ്മളെ നീതീകരിക്കുകയാണ്. അവൻ ഉയർത്തെഴുന്നേറ്റ് അപ്പസ്തോലന്മാർക്കും ബാക്കി അനേകർക്കും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഏറെ ദിവസം അവരോടൊപ്പം ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി അവൻ വെളിപ്പെട്ടു എന്നാണ് വിശുദ്ധ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അത് മനസ്സിലാക്കാൻ മറ്റൊരു കൊച്ച് ഒരു കഥ നമ്മളൊരു പക്ഷെ കേട്ടിട്ടുള്ള ഒരു കഥയൊക്കെയാണ്. ഒരു അപ്പനും അമ്മയും 2 മക്കൾ വീട്ടിൽ. ആ വീട്ടിൽ അപ്പനും അമ്മയും ഒരു ദിവസം ഒരു കല്യാണത്തിന് പോകുമ്പോൾ മകനെയും മകളെയും തങ്ങളുടെ സ്വത്തായ താറാവിനെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. താറാവിനെ നോക്കിക്കോണം, ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു പോയി. ഈ താറാവിനെ നോക്കുന്നതിൻ്റെ ഇടയിൽ ദേഷ്യം വന്നിട്ട് ചേച്ചി താറാവിനെ കൂട്ടിക്കയറ്റാൻ വേണ്ടി വടിയെടുത്ത് ഒറ്റ അടി വെച്ചു കൊടുത്തു. അപ്പോൾ ഒരു താറാവ് കുഞ്ഞ് ചത്തുപോയി. ഇത് അപ്പനും അമ്മയും വന്നു കഴിഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും, അടി കിട്ടും, വഴക്ക് പറയും എന്നൊക്കെ പേടിച്ചിട്ട് ഈ താറാവിനെ കുഴിച്ചിട്ടു. അനിയനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അനിയൻ പറഞ്ഞു ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞു. തിരിച്ചു വന്നപ്പോൾ ഒരു താറാവ് കുഞ്ഞിനെ പട്ടിയോ പൂച്ച എന്തോ പിടിച്ചുകൊണ്ട് പോയി എന്ന് അവർ പറഞ്ഞു. അപ്പം ഈ കൊച്ചിനോട് എന്ത് ജോലി പറയുമ്പോഴും, ചേച്ചിയോട് ജോലി പറയുമ്പോഴും അനിയൻ ഉടനെ പറയും താറാവ് എന്ന് പറയും. അപ്പോഴേ ചേച്ചിക്ക് പേടിയാവും, ചേച്ചി ആ ജോലി ചെയ്യും. കുറച്ച് ദിവസങ്ങൾ ഇത് ചെയ്തപ്പോൾ അപ്പന് കാര്യം എന്തോ പിടികിട്ടി. അപ്പൻ ഒരു ദിവസം അനിയനില്ലാത്ത സമയത്ത് ചേച്ചിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് എൻ്റെ ഭാഗത്തു നിന്ന് വന്നു, അത് അനിയനെ അറിയത്തുള്ളൂ. അപ്പൊ അനിയൻ അത് അറിയാവുന്നത് കൊണ്ട് എന്നെ കൊണ്ട് ഈ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അപ്പം പറഞ്ഞു ഞാനെല്ലാം അറിഞ്ഞു, മനസ്സിലാക്കി, ഇനി നീ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ അടുത്ത ദിവസം വന്ന് ഒരു ജോലി പറഞ്ഞപ്പോൾ ചേച്ചിയോട് പറഞ്ഞു, അനിയനോട് പറഞ്ഞപ്പോൾ അനിയൻ ചേച്ചിയെ അത് ചെയ്യാൻ ഏൽപ്പിച്ചു. ചേച്ചി പറഞ്ഞു ഞാൻ ചെയ്യാലെന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു താറാവ്. അപ്പൊ ചേച്ചി പറഞ്ഞു നീ എന്ത് വേണമെങ്കിലും പറ, ഞാൻ ചെയ്യല. കാരണം എന്താണ്? താൻ ചെയ്ത തെറ്റ് മുഴുവൻ അപ്പനോട് പറഞ്ഞ അപ്പന്റെ കാര്യങ്ങൾ വെളിപ്പെട്ടതുപോലെ യേശുക്രിസ്തു ഉത്ഥാനം ചെയ്തു വന്നിട്ട് എല്ലാവരോടും മനുഷ്യരോട് പറഞ്ഞു നിങ്ങൾ ഇനി പേടിക്കേണ്ട, നിങ്ങൾ പാപത്തിന്റെ പരിണിത ഫലമായി മരണത്തെ ഞാൻ അതിജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനിമേൽ നിങ്ങൾ പാപത്തിന്റെ അടിമത്തത്തിലല്ല, നിങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു. നിങ്ങൾക്ക് ഇനി ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഞാൻ മരിക്കുക മാത്രമല്ല, ഞാൻ ഉയർത്തെഴുന്നേറ്റു. പാപത്തിന്റെ വേദനമായ മരണത്തെ ഞാൻ പരാജയപ്പെടുത്തിയതിലൂടെ സകല മനുഷ്യരുടെയും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഞാൻ രക്ഷിച്ചു കഴിഞ്ഞു എന്ന് ക്രിസ്തു എഴുന്നേറ്റു വന്ന് ഉദ്ധിതനായി അവൻ മനുഷ്യർക്ക് കൃത്യമായി വെളിപ്പെടുത്തി കൊടുത്തതാണ് അവന്റെ ഉത്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അപ്പസ്തോലൻ പറയുന്നത് ക്രിസ്തു ഉത്ഥാനം ചെയ്തില്ലെങ്കിൽ നമ്മുടെയൊക്കെ വിശ്വാസം നിരർത്ഥകമാണ്. ബാക്കി ആരെ കഴിഞ്ഞ് നിർഭാഗ്യവാന്മാരായ മനുഷ്യരാണ് നമ്മൾ എന്ന് പറയുന്നത്. അവിടുത്തെ അപ്പം മരണം വഴി നമ്മൾ രക്ഷിക്കപ്പെട്ടു. ഉത്ഥാനം ചെയ്തതിലൂടെ അവിടുത്തെ മരണം വഴി നമ്മൾ രക്ഷപ്പെട്ടു എന്ന് അവൻ നമുക്ക് ഉറപ്പ് തരികയാണ്. മഹത്വീകരിക്കപ്പെടുന്നതിലൂടെ, സ്വർഗാരോഹണം ചെയ്യുന്നതിലൂടെ അവൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. എന്താണ്? പാപത്തിൽ വീണ മനുഷ്യനെ അവന്റെ മരണത്തിലൂടെ അവന്റെ ജീവിതം, ജനനം, അവന്റെ ജീവിതം, മരണം, ഇതിലൂടെ അവൻ രക്ഷപ്പെടുത്തുകയും അവന്റെ ഉത്ഥാനത്തിലൂടെ നാം രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് അവൻ നമ്മോട് കൃത്യമായി വന്നു പറയുകയും അവന്റെ സ്വർഗാരോഹണത്തിലൂടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ട് ഇനി പാപത്തിൽ വീഴാതെ ജീവിക്കാൻ ആവശ്യമായ കൃപാവരം അവിടുന്ന് നമുക്ക് തരികയും കൂടിയാണ്.
അതാണ് മർക്കോസ് 16:19 ഗലാത്തി 5:1 നമ്മൾ വായിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മളെ മോചിപ്പിച്ചു. അതായത് ഈ ആത്മാവ് നമ്മളെ പാപത്തിൽ വീഴാതെ പുണ്യത്തിൽ, വിശുദ്ധിയിൽ, നന്മയിൽ, ദൈവിക കൃപയിൽ, സ്നേഹത്തിൽ വളരാനായിട്ട് ഈ ആത്മാവ് സഹായിക്കുകയാണ്. അപ്പൊ ക്രിസ്തുവിന്റെ ജീവിതവും ജനനവും ജീവിതവും പീഡാസഹനവും മരണവും ഉത്ഥാനവും മഹത്വീകരണവും വഴി അവിടുന്ന് നമ്മുടെ രക്ഷകനും കർത്താവും മിശിഹായുമായി തീർന്നു. നമ്മുടെ പാപത്തിൽ നിന്ന് മനുഷ്യരെ മുഴുവൻ രക്ഷിക്കുകയും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞു എന്ന് അവന്റെ ഉത്ഥാനത്തിലൂടെ അവിടുന്ന് പറയുന്നതിലൂടെ അവൻ നമ്മുടെ ഉടമസ്ഥനായി തീർന്നു. പാപം ചെയ്തത് വഴി ആദ്യ മാതാപിതാക്കളും അവരുടെ ദൈവം ഏൽപ്പിച്ചതെല്ലാം പിശാചിന്റെ കയ്യിൽ അവർ കൊണ്ടുപോയി വെച്ചെങ്കിൽ, ക്രിസ്തു പീഡകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത് പിശാചിന്റെ അടിമത്തത്തിലായിരുന്ന മനുഷ്യവർഗത്തെ മുഴുവൻ തൻ്റെ സ്നേഹത്തിന്റെ ബന്ധത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ക്രിസ്തു നമ്മുടെ കർത്താവായി, നമ്മുടെ ഉടമസ്ഥനായി നമ്മളെ തിരിച്ചെടുത്തതിലൂടെ അങ്ങനെ അവൻ രക്ഷകനും നമ്മുടെ ഉടമസ്ഥനും ഒപ്പം ആത്മാവിനെ നൽകിക്കൊണ്ട് ഇനി പാപത്തിൽ വീഴാതെ അവനോടൊപ്പം ദൈവമക്കളായി ജീവിക്കാൻ ആവശ്യമായ കൃപാവരവും തന്ന് അവൻ നമ്മുടെ ജീവിതത്തെ സ്വർഗത്തിലേക്ക് തിരിച്ച് എത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ ഏറ്റവും അടിസ്ഥാനപരമായ വേദപുസ്തകത്തിന്റെ സത്യം നമ്മളെ ഏറെ സന്തോഷമുള്ളവരാക്കുന്ന സത്യമാണ്. നമ്മൾ ആരും ഇനി പാപത്തിന്റെ കെട്ടുപാടുകളിൽ ജീവിക്കുന്നവരല്ല. അവൻ ഉത്ഥാനം ചെയ്ത്, അവൻ നമ്മളെ ഉത്ഥാനം ചെയ്ത് രക്ഷിക്കുകയും അവൻ സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി അവന്റെ ആത്മാവിനെ നമുക്ക് നൽകുകയും ചെയ്തുകൊണ്ട് അവൻ നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് യേശു എന്ന പദത്തിന് ഹീബ്രു ഭാഷയിൽ ദൈവം രക്ഷിക്കുന്നു എന്നാണ് അർത്ഥം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തു, മതബോധനത്തിന്റെ കേന്ദ്രം ക്രിസ്തുവാണ്. അവന്റെ മരണവും ഉത്ഥാനവും മഹത്വീകരണവും വഴി അവൻ നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞു എന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി അടുത്തതിലേക്ക് പൊക്കോ. അപ്പൊ നമ്മൾ യേശു എങ്ങനെയാണ് രക്ഷിച്ചത്? അവൻ രക്ഷകൻ വാഗ്ദാനം ചെയ്യപ്പെട്ടതുപോലെ യേശുവാണ് രക്ഷകനെന്ന് നമ്മൾ കണ്ടു. സാക്ഷ്യം യേശുവിൻ്റെയും സ്ഥാപക യോഹന്നാന്റെയും വചനത്തിന്റെയും പിതാവിന്റെയും സാക്ഷ്യം നമ്മൾ കണ്ടു. പാപത്തിന്റെ പരിണതഫലമായി നഷ്ടപ്പെട്ടു പോയ ബന്ധം അനുരഞ്ജനം സാധ്യമാക്കി അവന്റെ ജനനവും അവന്റെ പീഡാസഹനവും അവന്റെ ജീവിതവും പീഡാസഹനവും കുരിശുമരണവും ഒക്കെ വഴി അവൻ ഈ അനുരഞ്ജനം സാധ്യമാക്കി. പാപപരിഹാരം, കുരിശുമരണത്തിലൂടെ പാപം ചെയ്യാത്തവൻ പാപി മരിക്കേണ്ട സ്ഥാനത്ത് അവൻ മരിച്ചു. പാപപരിഹാരം അവൻ നിർവഹിച്ചു, ഒരു തെറ്റും ചെയ്യാത്തവൻ. അങ്ങനെ പാപപരിഹാരത്തിലൂടെ നമ്മളെ രക്ഷിച്ചവൻ ഉത്ഥാനം ചെയ്ത് അവൻ നമ്മുടെ രക്ഷകനാണെന്ന് നമുക്ക് ഉറപ്പു തന്നു. അവന്റെ സ്വർഗാരോഹണം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ദൈവമകനായി ഇവിടെ ജീവിക്കാൻ ആവശ്യമായ കൃപാവരം അവിടുന്ന് നമുക്ക് തന്നു. ഇപ്രകാരം യേശുക്രിസ്തു നമ്മുടെ രക്ഷകനാണ്. ഞാൻ ഈ കൊറോണ കാലത്ത് ഓർക്കുന്നുണ്ട്, ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ഞാൻ അങ്കമാലിയിൽ വാടകയ്ക്ക് താമസിക്കുന്നു. ഞാനും ഭാര്യയും അന്ന് 5 കുഞ്ഞുങ്ങളുമാണുള്ളത്. അപ്പൊ അവരെ വെച്ചുകൊണ്ട് ആശുപത്രിയിൽ പോയി നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ഇവരെല്ലാം കാസർഗോഡ് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല കൊറോണയുടെ സമയമാണ്, അങ്ങനെ വിടുന്നില്ല. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഏതായാലും കുഞ്ഞുങ്ങളുടെ എല്ലാം ആധാർ കാർഡും കൂടി എടുക്കാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിച്ചു. കണ്ണൂർ എത്തുമ്പോൾ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കാൻ അവിടെ ഭയങ്കര ചെക്കിംഗ് ആയിരുന്നു. അപ്പൊ അവർ വന്ന് നോക്കിയിട്ട് ചോദിച്ചു, ഈ പിള്ളേരെല്ലാം താങ്കളുടെയാണോ? അവർക്ക് ഭയങ്കരമായ സംശയം. ഇതെല്ലാം ഈ 5 കുഞ്ഞുങ്ങളും ഞങ്ങൾ 2 പേരും കൂടെയാണ് പോകുന്നത് ഈ കൊറോണ കാലത്ത്. കാരണം അമ്മയില്ല, ഈ കുഞ്ഞുങ്ങളെ തന്നെ കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായ അവരുടെ അവസ്ഥയാണ്. അപ്പൊ എൻ്റെ കയ്യിലിരുന്ന ആധാർ കാർഡെല്ലാം എടുത്തു കൊടുത്ത് അവർ നോക്കി എല്ലാം ക്ലിയർ ചെയ്തു. ഒരു 2-2.5 മണിക്കൂർ സമയം എടുത്ത് അവൻ എന്നെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ നേരത്തെ അറിയുന്നവൻ പരിശുദ്ധാത്മാവ് വഴി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശു നമ്മളെ സഹായിക്കുന്നവനാണ്, കൂടെ നടക്കുന്നവനാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന നമ്മുടെ രക്ഷകനാണ് യേശുക്രിസ്തു എന്ന വിശുദ്ധ വചനം പറയുകയാണ്. സകലറ്റിലും അവൻ രക്ഷകനാണ്. കർത്താവായ യേശുവിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ അടിസ്ഥാനമിടുമ്പോൾ അവൻ നമ്മുടെ രക്ഷകനാണെന്ന് അനുദിനം നമ്മുടെ ജീവിതത്തെ അവൻ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ യേശുക്രിസ്തുവിന്റെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും വഴി നാം രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് വിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ലോകത്തിൽ
ഏറ്റവും അവസാനം ജനിക്കാൻ പോകുന്ന മനുഷ്യൻ, ഏറ്റവും അവസാനം ചെയ്യാൻ പോകുന്ന പാപത്തിന് വരെ പരിഹാരം ചെയ്ത് നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞവനാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൽ നമ്മുടെ ജീവിതം സമർപ്പിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമുക്കൊരു നിമിഷം ഈ രക്ഷകനായ യേശുവിനെ നമ്മുടെ ജീവിതത്തോട് നമുക്ക് ചേർത്ത് വെക്കാം. ജനി, പിതാവ് റെഡിയാണോ അവിടെ? ആണെങ്കിൽ ഇപ്പോൾ പിതാവിനോട് സംസാരിക്കാം, അല്ലെങ്കിൽ പാട്ട് കഴിയുമ്പോഴേക്കും. അപ്പോഴത്തേക്കും നിങ്ങൾ ജോഷിയച്ചനാണല്ലോ. പിതാവേ, ഞങ്ങളുടെ രക്ഷയ്ക്കായി കടന്നു വന്ന, ജനിച്ച് ഈ ലോകത്ത് ജീവിച്ച് പീഡാസഹന മരണങ്ങളിലൂടെ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് പാപത്തിന്റെ വേദനമായ മരണത്തെ അതിജീവിച്ച് മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റ് അങ്ങ് സകല മനുഷ്യരുടെയും പാപത്തിന്റെ വേദനമായ മരണത്തെ പരാജയപ്പെടുത്തി ഇനി പാപത്തിൽ തുടരേണ്ടവരല്ല ഞങ്ങൾ, പാപത്തെയും മരണത്തെയും പരാജയപ്പെടുത്തിയവനാണ് അങ്ങ് എന്ന് അവിടുത്തെ ഉത്ഥാന അനന്തരം ഞങ്ങളെ എല്ലാം ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ ഉത്ഥാനം ചെയ്ത് അങ്ങ് പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി ഞങ്ങളുടെ ജീവിതത്തെ പുതുക്കിപ്പണത് അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് എല്ലാ പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിച്ച് സ്വാതന്ത്ര്യം നൽകി ദൈവമക്കളുടെ പദവി നൽകി ഞങ്ങളെ വളർത്തിയ അങ്ങക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ആമേൻ. പാട്ട് പിതാവിന്റെ അടുത്തെത്തുമായിരിക്കും. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരെ, ആശ്വാസമില്ലാതലയുന്നോരെ, അധ്വാന ഭാരത്താൽ വലയുന്നോരെ, ആശ്വാസമില്ലാതലയുന്നോരെ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. പാപാന്ധകാരത്തിൽ കഴിയുന്നോരെ, രോഗം തകർന്നവരെ, പാപാന്ധകാരത്തിൽ കഴിയുന്ന രോഗം തകർന്നവരെ, നിന്നെ രക്ഷിപ്പാൻ അവൻ കരങ്ങൾ എന്നെന്നും മതിയായവാ, നിന്നെ രക്ഷിപ്പാൻ അവൻ കരങ്ങൾ എന്നെന്നും മതിയായവാ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. Praise the Lord. താങ്ക് യു സ്മിത ചേച്ചി. നല്ല അതിമനോഹരമായ ഒരു പാട്ട് ഞാൻ കൂടി പാടിയ ചേച്ചി പ്രത്യേകം നന്ദി പറയുന്നു. ജനിച്ചേട്ടാ, പിതാവ് അച്ഛനെ ക്ഷണിച്ചോളൂ. അതിന് പിതാവ് ഇച്ചിരി സാധിക്കും റെഡിയാൻ പോകുന്നത്. അടുത്ത ക്ലാസ്സിന് വേണ്ടി ജോഷി മയ്യത്തിൽ അച്ഛനെ പ്രത്യേകമായി ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
പ്രിയപ്പെട്ടവരെ, നമ്മള് യേശു രക്ഷകൻ, യേശു കുടുംബത്തിന്റെ രക്ഷകൻ എന്ന വിഷയമാണ് ചെറിയ ഈ സമയം കൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് ഓർക്കുക, പാപം നിന്റെ പടിവാതിൽക്കൽ പതിയിരിക്കുന്നു എന്നതായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇത് നമുക്ക് ലേശം ആശങ്കയുളവാക്കുന്ന ഒരു ധ്യാനമായിരുന്നു, ചിന്തയായിരുന്നു. കാരണം നമ്മുടെ സ്വന്തം കുടുംബത്തിന്റെ പടിവാതിൽക്കൽ പാപം പതിയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് കുടുംബത്തിലെ ഏതംഗത്തെയും പാപ വ്യാളി വിഴുങ്ങാൻ, അതും എത്ര ഗൗരവമുള്ള പാപം പോലും വിഴുങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത പുലർത്തണം. ഇങ്ങനെയൊക്കെയുള്ള അല്പം ആശങ്കാജനകമായ വിചിന്തനങ്ങളായിരുന്നു കഴിഞ്ഞ ധ്യാന നിമിഷങ്ങളിൽ നമ്മൾ പങ്കുവച്ചത്. അത് നമ്മുടെ പാപത്തിലേക്കുള്ള ചായ്വിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ പറഞ്ഞത്. അത് യാഥാർത്ഥ്യമാണ്, നമുക്ക് നിഷേധിക്കാനാവില്ല. ഏതു മനുഷ്യനും ഏതു നിമിഷവും ഏതു വലിയ പാപത്തിലേക്ക് വഴുതി വീഴാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് കുടുംബത്തിൽ അക്കാര്യങ്ങളിൽ നമുക്ക് ജാഗ്രത വേണം. ഇതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു വെച്ചത്. ഇതാ നമ്മള് നമ്മുടെ കുടുംബത്തിന്റെ പടിവാതിൽക്കൽ പാപം പതിയിരിക്കുന്നു എന്ന തിരിച്ചറിവുള്ളപ്പോഴും നമുക്കൊരു കാര്യം ഉറപ്പുണ്ട്, നമ്മുടെ കുടുംബത്തിന്റെ ആ നടുക്ക് തന്നെ കസേരയിട്ടൊരുവൻ ഇരിക്കുന്നുണ്ട്. നമ്മുടെ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു. എന്റെ നാമത്തിൽ 2 or 3 പേർ സമ്മേളിക്കുന്നവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞത് ഈ രക്ഷകനാണ്. ഈശോ നമുക്ക് രക്ഷ നൽകിയ ആ പാസ്കൽ മിസ്റ്ററീസ് വളരെ ഭംഗിയായി നമ്മളിപ്പോൾ ധ്യാനത്തിൽ കേട്ടു. സ്വന്തം ശരീരത്തിൽ പീഡകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ പാപങ്ങൾ അവിടുന്ന് വഹിച്ചു. നാം ഏറ്റെടുക്കേണ്ട ശിക്ഷകൾ അവിടുന്ന് ഏറ്റെടുത്തു. നമുക്ക് വേണ്ടി അവിടുന്ന് മരിച്ചു. അവിടുന്ന് അടക്കപ്പെട്ടു. അവിടുന്ന് ഉത്ഥാനം ചെയ്തു. മരണത്തിന്റെ ആ കല്ലറയുടെ സർവാധിപത്യം അവസാനിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അവനാണ് നമ്മുടെ കുടുംബത്തിന്റെ മധ്യത്തിൽ കസേരയിട്ടിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം. വെറുതെ ഒരാഗ്രഹമായിരുന്നു സക്കേവൂസിന്. ആ യേശു വരുന്നുണ്ട്, അവൻ അതിലെ കടന്നു പോകുന്നുണ്ട്, ഇയാളെക്കുറിച്ച് ഒത്തിരിയായി കേൾക്കുന്നുണ്ട്, ഒന്ന് കാണണമല്ലോ. വെറുതെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം ആഗ്രഹിച്ചയാളാണ്. പക്ഷേ ഈ മനുഷ്യർക്കൊക്കെ എന്തൊരു പൊക്കമാണ്. പൊക്കം കുറഞ്ഞ സക്കേവൂസ് അവസാനം മനുഷ്യരൊന്നും തന്നെ ഈശോയെ കാണിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന തോന്നലില് മരത്തിൽ അഭയം പ്രാപിച്ചു. മരത്തിൽ കയറിയെന്നാണ്. മനുഷ്യർ തടയുന്നിടത്ത് മരം കൂട്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, മരത്തിൽ കയറിയ സക്കേവൂസ് വെറുതെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ നിൽക്കും. ഈശോൻ നന്നായി കാണാം, സന്തോഷം. വളരെ ദിവ്യപ്രഭയുള്ളവനാണ്, സന്തോഷം. അങ്ങനെ കണ്ട് സന്തോഷിച്ച് മരത്തിൽ മറവിൽ, അവിടെയുണ്ട്, ശരിയാണ്, അവിടെ ഇലകളുടെയൊക്കെ മറവിൽ തന്നെ ആയിരിക്കണം സക്കേവൂസും നിലകൊണ്ടിരുന്നത്. ഇവിടെ ഒരു വിധത്തിൽ പറഞ്ഞാൽ പർദീസയിലെ
മാതാപിതാക്കൾ ഓടിയൊളിച്ച ഒരു മരവും. സക്കേവൂസ് ഈശോയെ കാണാനായി കയറിയ മരവും. നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അത് ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് വിടുകയാണ്. പക്ഷെ രസമാണ്. ഞാൻ വിചാരിക്കുന്നില്ല സക്കേവൂസ് മരത്തിൽ എല്ലാവരും കാണുക ഒക്കെ നിന്നു. സക്കേവൂസ് മുകളില് ഈശോയെ കാണണം എന്നുള്ളത് മാത്രമായിരുന്നു ആഗ്രഹം. തന്നെ ആരും കാണരുത് എന്നും അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ ആര് കണ്ടാലും കണ്ടില്ലേലും അവിടുന്ന് കാണുന്നു. അവിടെ എത്തിയപ്പോ ഈശോ മരത്തിൽ മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, എനിക്ക് നിന്റെ ഭവനത്തിൽ ഇന്ന് താമസിക്കേണ്ടിയിരിക്കുന്നു, വരേണ്ടിയിരിക്കുന്നു. എന്തൊരു സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ. പാപിയുടെ കുടുംബം യേശു ക്രിസ്തു വസിക്കാൻ ആഗ്രഹിക്കുന്ന കുടുംബമാണ്. എന്റെയും നിങ്ങളുടെയും കുടുംബം ഈശോ തന്റെ വാസസ്ഥാനമാക്കാൻ ആഗ്രഹിക്കുന്ന കുടുംബമാണെന്ന് വ്യക്തമായിട്ട് പറയാണ്. എനിക്ക് ഇന്ന് നിന്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. സക്കേവൂസ് എന്തൊരു സ്പീഡിലായിരിക്കും ആ മരത്തിൽ നിന്ന് ഇറങ്ങി വന്നേ. അങ്ങനെ സക്കേവൂസ് അതുപോലെ സന്തോഷത്തോടെ ഇറങ്ങി വന്ന സക്കേവൂസ് ഈശോയെ കുടുംബത്തിൽ സ്വീകരിക്കുകയാണ്. ഇനി രസകരമായ കാര്യം, ഈശോ അവിടെ വീട്ടിൽ ഇരിക്കുന്നു. നമ്മൾ പറഞ്ഞല്ലോ, കുടുംബത്തിൽ കസേരയിട്ടിരിക്കുന്ന ഈശോ. സക്കേവൂസിന്റെ കുടുംബത്തിൽ ഈശോ ഇരുന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അപ്പോൾ സക്കേവൂസ് എഴുന്നേറ്റു നിന്ന് പറഞ്ഞു. രസകരമാണ്. ഈശോ കസേരയിൽ ഇരിക്കുന്നു. കുടുംബത്തിൽ കേന്ദ്ര സ്ഥാനത്ത് ഈശോ ഇരുന്നപ്പോൾ കുടുംബനാഥൻ എഴുന്നേറ്റു നിന്നു. ആ എഴുന്നേറ്റു നിൽപ്പ് എന്ന് പറയുന്നത് വളരെ പ്രതീകാത്മകമാണ്. സത്യത്തിൽ അവന്റെ വീട് മുഴുവൻ അധർമ്മമായിരുന്നു. അധർമ്മം കൊണ്ട് വീടിന് മച്ചിട്ടവനാണ്. ആ പരിസരത്തൊന്നും അതുപോലൊരു വീട്ടില്ല. അങ്ങനെ അനീതി കൊണ്ട് വീട് പണിതവനാണ്. അവന്റെ അലമാര നിറയെ പാപകൂമ്പാരമാണ്. അങ്ങനെയുള്ള ഒരുത്തനാണ് ഈശോയെ സ്വന്തം കുടുംബത്തിലേക്ക് സ്വീകരിച്ചണയിക്കുന്നത്. ഈശോ ഇവിടെ ഉപവിഷ്ടനായപ്പോൾ സക്കേവൂസ് എഴുന്നേറ്റു നിന്ന് പറഞ്ഞു. അവിടെ കൃത്യമായിട്ടുണ്ട്, എഴുന്നേറ്റു നിന്ന്. ബൈബിളിൽ എഴുന്നേറ്റ് എന്ന് പറയുന്ന പ്രയോഗങ്ങളെല്ലാം വലിയ ജീവിത മാറ്റത്തിന്റെ പ്രയോഗങ്ങളാണ്. വളരെ കാര്യമായിട്ട് നമുക്കറിയാം. നോക്കൂ, ധൂർത്തനായ പുത്രൻ, ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. എഴുന്നേറ്റ് യേശു തിരിഞ്ഞ് അവനെ നോക്കി. പത്രോസിന്റെ കാര്യമാണ്. അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. എങ്ങനെ പുറത്തു പോകുന്നത്? എഴുന്നേറ്റിട്ട്. അവൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റിട്ടാ. ആ എഴുന്നേറ്റ് പുറത്തു പോയി. അപ്പോ ഈ എഴുന്നേൽക്കൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവൻ എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവെ, ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നു. എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രം. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഈശോ രക്ഷകനായി മാറിയാൽ ആ കുടുംബത്തിൽ ആനന്ദം അലതല്ലും. ആനന്ദത്തെ കെടുത്തുന്ന അധർമ്മത്തിന്റെ കൂമ്പാരങ്ങളെല്ലാം അപ്രത്യക്ഷമാണ്. ഈശോ രക്ഷകനായി നിന്റെ കുടുംബത്തിൽ നാഥനായി അവിടെ കസേരയിട്ടിരുന്നാൽ നീ എഴുന്നേൽക്കും. അതാണ് അതിന്റെ പ്രത്യേകത. നീ പിന്നെയും അവിടെ തന്നെ ഇരിക്കില്ല. നേരത്തെ ശിശു പറഞ്ഞല്ലോ, ആ പാപത്തിന്റെ ആ ബന്ധനങ്ങളിൽ നിന്ന് മോചിതരായി യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവർക്ക് പാപമില്ലാതെ ജീവിക്കാൻ കഴിയും. പാപത്തെ ഒഴിവാക്കി ജീവിക്കാൻ കഴിയും. വിശ്വസിക്കുക. പാപത്തെ ഒഴിവാക്കി ജീവിക്കാൻ യേശു ക്രിസ്തുവിനെ രക്ഷകനായി നാഥനായി സ്വീകരിച്ചിട്ടുള്ളവർക്ക് കഴിയും. ഇപ്പോൾ ഏതെല്ലാം പാപബന്ധങ്ങളിൽ പെട്ടുകിടന്നാലും ഈശോ നിന്റെ രക്ഷകനാണ്. ഈശോയുടെ തിരുരക്തത്താൽ, വിലയേറിയ തിരുരക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ടവനാണ്, വിലക്ക് വാങ്ങപ്പെട്ടവളാണ് നീ. അതിനാൽ
പാപബന്ധങ്ങളിൽ നിന്ന് ഈശോ നിന്നെ ഉയർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിശ്വസിക്കുക. ആ വിശ്വാസത്തിന്റെ ഉറപ്പില് ഇപ്പോൾ നീ പെട്ടുകിടക്കുന്ന കെണികളിൽ നിന്നൊക്കെ എഴുന്നേൽക്കാൻ നിനക്ക് സാധിക്കും. സക്കേവൂസ് ചെയ്തതാണ്. അവൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, കർത്താവേ, ഞാൻ ആരുടെയെങ്കിലും ഒന്ന് വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി ഇനി എന്റെ സ്വത്തിന്റെ പകുതി കൊടുക്കുന്നു. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഈ ഒരു കാര്യത്തിനു ശേഷം അവന് പിന്നെ എന്തെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടായിരിക്കുന്നോ? 4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നു. പിന്നെ ഉള്ളത് നേരെ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു. എന്തെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടായിരുന്നോ? തീർച്ചയായും അവന് സ്വന്തമായി ദൈവം തന്നെ ഉണ്ടായി. എല്ലാത്തിൻ്റെയും ഉടമ, എല്ലാ സമ്പന്നതയുടെയും സ്രോതസ്സായ ദൈവം അവന് സ്വന്തമായി മാറി. ദൈവം സ്വന്തമായി ഉണ്ടെങ്കിൽ പിന്നെ ജീവിതമുണ്ടല്ലോ, അത് ഉത്സവമാണ്. ഉത്സവം, മഹോത്സവം. അവിടെ ഒന്നിനും കുറവില്ല. എന്നാൽ ഇങ്ങനെ കുന്നുകൂട്ടി ഇരുന്നിടത്തോ അവിടെ സന്തോഷമില്ല, ആനന്ദമില്ല, ആദരവില്ല. ചെയ്യില്ലേ? ആദരവില്ല. ജനം മുഴുവൻ ചുഖക്കാരൻ എന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴ് പ്രിയപ്പെട്ടവരെ, ആ രക്ഷയുടെ അനുഭവം എന്ന്, യേശുക്രിസ്തുവിന്റെ രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ അനുഭവമാണ്, വിടുതലിന്റെ അനുഭവം. ആ വിടുതലിന്റെ അനുഭവം എന്ന് പറയുന്നത് വലിയ സന്തോഷത്തിന്റെ അനുഭവമാണ്. ആ സന്തോഷത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് അത് പിന്നെ വലിയ കൂട്ടായ്മയുടെ അനുഭവമാണ്. എല്ലാവരുമായി ഒന്നു ചേർന്ന്, വിശ്വാസി സമൂഹത്തോട് ചേർന്ന്, പൊതു സമൂഹത്തോട് ചേർന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയാണ്. അപ്പോൾ സക്കേവൂസിന്റെ സംഭവം എങ്ങനെ, അവിടെ ഈശോ അവസാനം പറയുന്നുണ്ടല്ലോ, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നു. എന്റെ കർത്താവേ, എന്റെ കുടുംബത്തോടും അങ്ങ് ഇതു തന്നെ പറയണം. ഇന്ന് ഈ തിരുവചന സന്ദേശം ശ്രവിക്കുന്ന ഇന്ന്, ഈ ധ്യാനം നടത്തുന്ന ഇന്ന്, അവിടുത്തെ കരുത്ത്, അവിടുത്തെ ശക്തി, അവിടുത്തെ കൃപ എന്റെ ഭവനത്തെ കീഴടക്കട്ടെ. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് ഇപ്പോൾ അങ്ങ് പറയണമേ. എന്റെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ, എന്റെ കുടുംബത്തിലെ വ്യക്തികളുടെ ജീവിതത്തിൽ യേശു രക്ഷകനായി മാറുന്ന, ജീവിക്കുന്ന, അനുഭവിക്കുന്ന പച്ചയായ ആ ഒരു അനുഭവവും സന്തോഷവും അതിന്റെ പ്രസരിപ്പും ഞങ്ങൾ തരണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എഴുതുക സക്കേവൂസിന്റെ കഥ. നിങ്ങൾ കുടുംബത്തിൽ ചിന്തിക്കുക സക്കേവൂസിന്റെ കഥ. എഴുതപ്പെട്ട കഥയല്ല, എഴുതപ്പെടാത്ത കഥ. ഈ സംഭവത്തിനു ശേഷം ഉള്ള സക്കേവൂസിന്റെ കുടുംബത്തെക്കുറിച്ച് നിങ്ങളൊന്ന് എഴുതുക, നിങ്ങളൊന്ന് ചർച്ച ചെയ്യുക, നിങ്ങളൊരു കഥ രചിക്കുക. ഈ സംഭവത്തിന് ശേഷം ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന സക്കേവൂസിനോടുള്ള, ആ കുടുംബത്തോടുള്ള യേശുവിന്റെ ആ പ്രഖ്യാപനത്തിന് ശേഷമുള്ള സക്കേവൂസിന്റെയും കുടുംബത്തിന്റെയും ജീവിതം ഒന്ന് നിങ്ങൾ സ്വന്തമാക്കാൻ, മനസ്സിലാക്കാൻ ശ്രമിക്കുക. രസകരമാണ്. ഈശോയെ കേന്ദ്രമാക്കി മാറ്റിയാൽ ആ കുടുംബം, പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ ക്ലേശങ്ങളിലൂടെ, എന്തൊക്കെ ദുരിതങ്ങളിലൂടെ, ഏതൊക്കെ കഷ്ടതകളിലൂടെ കടന്നുപോയാലും ആ കുടുംബത്തിന് അടിസ്ഥാനപരമായി ഒരു നങ്കൂരമുണ്ട്, കർത്താവുണ്ട്. എന്റെ നാമത്തിൽ 2 or 3 പേർ എവിടെ സമ്മതിച്ച അവരുടെ മധ്യം ഞാൻ ഉണ്ടായിരിക്കും. നോക്കൂ, ലാസറിന്റെയും മാർത്തയുടെയും മേരിയുടെയും കുടുംബം ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ കുടുംബത്തില് ഈശോ സ്ഥിരം അവിടുത്തെ ആളായിരുന്നു, അല്ലേ? എത്രയോ സമയങ്ങളിലാണ് നമ്മൾ ഈശോയെ ആ കുടുംബത്തിൽ കാണുന്നത്. വളരെ രസകരമാണ്. സക്കേവൂസ്, ലാസറിന്റെ കുടുംബവും ഈശോയും തമ്മിലുള്ള വലിയ ബന്ധം. അത്തരത്തിലുള്ള ഒരു ബന്ധം എന്റെ ഈശോയോട് എന്റെ കുടുംബം പുലർത്താൻ, എന്റെ കുടുംബത്തിൽ ഈശോ സ്ഥിരം, അതിഥി എന്നല്ല, സ്ഥിരം അവിടെ വസിക്കുന്നവൻ ആകാൻ. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെയാണ് വലിയ വിഷയം ഉണ്ടാകുന്നത്. അവിടെയാണ് കർത്താവെ, അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു, വിട്ടിരിക്കുക.
ആളയച്ചിരിക്കുകയാണ് മാർത്തായും മേരിയും കൂടി. കുടുംബത്തിന്റെ സ്വന്തം ആളല്ലേ ഈശോ. ആ ഈശോയോടല്ലാതെ എന്തു പറയാൻ? ഈശോക്ക് രോഗത്തെയൊക്കെ വെറുതെ ശകാരിച്ച് ശാസിച്ച് നാട് കടത്താമല്ലോ. അങ്ങനെ ഈശോ വരുമെന്നാണ് ആ കുടുംബം പ്രതീക്ഷിച്ചത്. പക്ഷെ അത് കേട്ടിട്ട് ഈശോ എന്ത് ചെയ്തു? അവൻ അങ്ങോട്ട് പോയില്ല അത്രേ. അവൻ പറഞ്ഞു, ഇത് മരണത്തിൽ അവസാനിപ്പിക്കുകയല്ല. എന്നിട്ട് മരിച്ചു കഴിഞ്ഞപ്പോ അങ്ങോട്ട് ചെല്ലുക. ലാസർ മരിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുക. പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിലുള്ള രണ്ടുപേർക്കും, മാർത്തായ്ക്കും മറിയത്തിനും വലിയ വിഷമമായി. നിങ്ങള് യോഹന്നാന്റെ സുവിശേഷം ഈ ലാസറും ലാസറിന്റെ മരണവും ഒക്കെ വർണ്ണിക്കുന്ന ആ 11-ാം അധ്യായം പിന്നീട് ഒന്ന് വായിക്കണം. ഞാൻ സമയം കുറവായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തീർക്കാണ്. അവിടെ വളരെ പ്രത്യേകിച്ച് നോക്കണം. ലാസർ സംസ്കരിക്കപ്പെട്ടു. 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. 4 ദിവസം. എന്താണ് കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ കേന്ദ്രമായി ഞങ്ങൾ കരുതിയിരുന്ന അങ്ങ് ഈ ഞങ്ങളുടെ സഹോദരൻ രോഗിയായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് കർത്താവ് വരാതിരുന്നത്? എന്താണ് കർത്താവ് ഇപ്പോൾ 4 ദിവസമായിട്ട് അങ്ങ് 4 ദിവസം കഴിഞ്ഞപ്പോ വരുന്നേ? ഇനി നോക്കൂ, ഈശോ വരികയാണ്. ബെഥനിയ ജെറുസലേമിനടുത്ത് ഏകദേശം 15 സ്ഥാദിയം ദൂരത്തായിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മാർത്ത ചെന്നവനെ സ്വീകരിച്ചു. കണ്ടോ? അപ്പോ ആരോ പറഞ്ഞു, വീട്ടിലറിഞ്ഞു. ഭർത്താവ് ഓടിച്ചെന്ന് ഈശോ സ്വീകരിച്ചു. പക്ഷേ നോക്കണം, കണ്ടപ്പോ തന്നെ മർത്ത തന്റെ വിഷമം മുഴുവൻ ഈശോയോട് അവതരിപ്പിക്കുക. ഈ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. പക്ഷെ ദൈവം എന്ത് ചോദിച്ചാലും നിനക്ക് തരുമെന്ന് എനിക്കറിയാം. എന്നിട്ട് ഈശോ പറയാം, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അതെനിക്കറിയാം, അവസാനം അങ്ങനെ ആവുമെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം 28-ാം വാക്യത്തില് നമ്മൾ കാണും, അവൾ പോയി തന്റെ സഹോദരിയായ മറിയത്തെ വിളിച്ച്, ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് സ്വകാര്യമായി പറഞ്ഞു. നോക്ക്, മർത്ത ഓടിച്ചെന്നു. മറിയം കെറുവിച്ച് വീട്ടിലിരിക്കുകയായിരുന്നു. പക്ഷെ ഈശോ അവിടെ തന്നെ ഈശോ ഇങ്ങോട്ട് വന്നില്ല, ഗ്രാമത്തിൽ പോലും പ്രവേശിച്ചില്ല. ഈശോ നിന്നടുത്ത് തന്നെ നിന്നിട്ട് ഈശോ പറഞ്ഞു മർത്തയോട്, ആ മേരിയോട് ഇങ്ങോട്ട് വരാൻ പറ. അവളും കെറിച്ചിരിക്കുകയാണെന്ന് ഈശോയ്ക്ക് അറിയാം. പക്ഷെ അവളോട് ഇങ്ങോട്ട് വരാൻ പറ. ഒന്ന് നോക്കി, അത്യാവശ്യം വലിയ സ്നേഹത്തിന്റെ കെറിവുകളൊക്കെ പുലർത്തുന്ന ബന്ധം അവിടെ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഇത് കേട്ട ഉടനെ അവൻ എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് ചെന്നു. 30-ാം വാക്യം, യേശു അപ്പോഴും ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു. മാർത്ത കണ്ട സ്ഥലത്തു തന്നെ അവൻ നിൽക്കുകയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ കുടുംബം ഈശോയുടെ ബന്ധം. മറിയം വന്നിട്ട് ഈശോയുടെ കാൽക്ക് കെട്ടി വീഴുകയാണ്. ആലോചിച്ചു, എന്തൊരു ഒരു കാഴ്ചയാണത്. അവളുടെ വിഷമവും കണ്ടപ്പോ ഈശോയും കരഞ്ഞു വന്ന് ഈശോ കണ്ണീർ പൊഴിച്ചു. ഇവിടെ ഇത്തരത്തിൽ ഈശോ എന്റെ കുടുംബത്തിലെ അങ്ങേറ്റം ഉറ്റ ചങ്ങാതിയായി, സ്നേഹിതനായി എന്റെ കുടുംബത്തിൽ ഈശോ വാഴുന്നെങ്കിൽ നോക്കൂ, നിന്റെ രക്ഷകനായ ഈശോ നിന്റെ കുടുംബത്തിലുണ്ട്. അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 1:20 തോന്നുന്നു, അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും, അല്ലേ? അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. ഇപ്പൊ കന്യക ഗർഭം ധരിച്ച് പുത്രാർത്ഥം സോക്കി, അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥം. പക്ഷെ ഒരാളും ഈശോയെ ഇമ്മാനുവലായി വിളിച്ചായിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടുമെന്ന് പറയുന്നത് വളരെ വ്യക്തമായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ തുടർച്ചയായ സംഭവങ്ങളിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തില് ദൈവം നമ്മോട് കൂടെ, ഈശോ നമ്മോട് കൂടെയുള്ളവനാണ് എന്നുള്ള ആ യാഥാർത്ഥ്യം 18-ാം അധ്യായം, മത്തായി 18-ാം അധ്യായം, നിങ്ങൾ സമയമാകുമ്പോൾ ഒന്ന് മുന്നോട്ട് വന്നോളൂ കേട്ടോ. അപ്പൊ ഞാൻ നിർത്തിക്കൊള്ളാം. ശരി, മത്തായി 18 നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം വായിക്കേണ്ട ഒരു അധ്യായമാണ്. മത്തായി 18 നമ്മൾ കാണുന്നുണ്ട് ഈശോ അവരുടെ കൂടെ ഉണ്ട്.
പ്രത്യേകിച്ച് അവിടെയാണ് നമ്മൾ വായിക്കുന്നത് 2-3 പേർ എന്റെ നാമത്തിൽ സമ്മേളിക്കുന്നു. കണ്ടോ, മത്തായി 18:19. 2-3 പേർ ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏതു കാര്യവും എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. എന്തെന്നാൽ 2-3 പേർ, 20-ാം വാക്യം, എന്തെന്നാൽ 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ഇമ്മാനുവൽ. ഇനി അപ്പൊ അത് സുവിശേഷത്തിന്റെ മധ്യം എന്ന് പറയാം. സുവിശേഷത്തിന്റെ ആരംഭത്തിലും മധ്യത്തിലും സുവിശേഷത്തിന്റെ ഒടുവിൽ 28-ാം അധ്യായത്തില് ഏറ്റവും ഒടുവിൽ എന്താ പറയുന്നത്? യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രക്ഷകനായ ഈശോ ഇമ്മാനുവൽ ആണ്. ദൈവം നമ്മോട് കൂടെ ആണ്. ലാസറിന്റെയും മർത്തായുടെയും മറിയത്തിന്റെയും ഭവനത്തിൽ അവർ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളെ അവർ ചിന്തിക്കാത്ത വിധത്തിൽ അവർ വിചാരിച്ചത് ആദ്യം തന്നെ ഈശോ രോഗത്തെ ശാസിച്ച് ലാസറിനെ സുഖപ്പെടുത്തുക. പക്ഷെ ഈശോയുടെ മനസ്സതായിരുന്നില്ല. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണം. അവിടുന്നാണ് പുനരുത്ഥാനവും ജീവനുമെന്ന് സകലർക്കും വെളിപ്പെടുത്തിയ ഒരു സംഭവമാണ് ലാസർ. മാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് ഈശോയുടെ പീഡ, സഹന, മരണ, ഉത്ഥാനങ്ങൾക്ക് ഇമ്മീഡിയറ്റ് റീസണായി നിന്നത് ലാസറിന്റെ ഉയിർപ്പാണ്. ആ സംഭവത്തിന് ശേഷമാണ് അവർ പറയുന്നത്, ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ ഒരുവൻ നശിക്കുന്നത് നല്ലതാണെന്നാണ്. അപ്പോ പ്രിയപ്പെട്ടവരെ, ഈ നമ്മുടെ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു നമ്മെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. ഇനി ഈശോ രക്ഷകനാണെന്ന് പറയും നമ്മുടെ ആത്മീയ മേഖലയിലെ രക്ഷകൻ എന്ന് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശോ നമ്മുടെ ആത്മാവിന്റെ രക്ഷകനാണ്, പാപങ്ങൾ മോചിക്കുന്നവനാണ്, ഒരു സംശയമില്ല. അതോടൊപ്പം ഈശോ മനസ്സിന്റെ രക്ഷകനാണ്. നിന്റെ മാനസികമായ അവസ്ഥകളിൽ കർത്താവ് നിനക്ക് വലിയ ആശ്വാസം തരുന്നവനാണ്, പിന്തുണ തരുന്നവനാണ്, നിന്റെ മനസ്സിനെ ബലപ്പെടുത്തുന്നവനാണ്, നിന്റെ ഭയത്തെ അകറ്റുന്നവനാണ്, നിന്റെ ആന്തരികമായ മുറിവുകളെ ഉണക്കുന്നവനാണ്. മനസ്സിന്റെ രക്ഷകനും കൂടിയാണ് കർത്താവ്. ശരീരത്തിന്റെ രക്ഷകനാണ് അവിടുന്ന്, സൗഖ്യം നൽകുന്നവനാണ് അവിടുന്ന്. അതുകൊണ്ട് ആത്മാവിന്റെയും മനസ്സിന്റെയും ശരീരത്തിന്റെ രക്ഷകനാണ് അവിടുന്ന് എന്ന് മനസ്സിലാക്കുക. കുടുംബത്തിന്റെ സമഗ്ര രക്ഷകനാണ് ഈശോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ കർത്താവിന് നല്ലൊരു കസേര, എല്ലാ ഹൃദയങ്ങളിലും കസേര. നമ്മുടെ കുടുംബത്തിന്റെ നാഥനായി, രക്ഷകനായി അവിടുത്തെ നമുക്ക് പ്രഖ്യാപിക്കാം. ഞാൻ സമയം ആയത് കാണുന്നു, അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളുടെ കുടുംബങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ കുടുംബത്തിലെ സാന്നിധ്യം, നിങ്ങളുടെ കുടുംബത്തിലെ സാന്നിധ്യം ശരിക്കും തൊട്ടനുഭവിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. ഈശോയുടെ സാന്നിധ്യത്തിൽ സർവവും സമർപ്പിച്ച് വലിയ സന്തോഷവും സമാധാനവും സ്നേഹവും പരസ്പര ഐക്യവും എല്ലാം അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കും. ആമേൻ. പക്ഷേ ഞങ്ങൾ പുത്തമ്പേട്ടി പിതാവിന്റെ അടുത്താണുള്ളത്. പിതാവിന്റെ റൂമിലാണ് ഞാൻ ഇരിക്കുന്നത്. പിതാവേ, ജെനി പിതാവിനെ ഒന്ന് പരിചയപ്പെടുത്തും. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോ ഞങ്ങളായിരിക്കുന്നപ്പോൾ ലുധിയാനയിലാണ് ജോസ്ഫിനോടൊപ്പം. പിതാവ് ഫരീദാബാദ് രൂപതയുടെ സഹായമെത്രാനാണ്. ലുധിയാനയിലാണ് പിതാവ് ആയിരിക്കുന്നത്. ഇന്നലെ ഞങ്ങൾ പിതാവിന്റെ അടുത്ത് എത്തി. ഇന്നലെ പിതാവിനോടൊപ്പം ആയിരുന്നു ഭക്ഷണമൊക്കെ ആയിരുന്നത്. പിതാവ് ഞങ്ങൾക്ക് താമസിക്കാനൊക്കെ സ്ഥലം തന്നു. ഞാൻ സുഖമായിട്ട് ഉറങ്ങി. ഇപ്പൊ രാവിലെ ഇപ്പൊ അമേരിക്കയിലുള്ള പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും സൗകര്യമായിട്ട്, നമുക്ക് റേഞ്ച് ഉണ്ടാവാത്ത പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഇവിടെ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു. പിതാവേ. ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ ജോഷി അച്ഛ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈശോയുടെ വലിയ സ്നേഹവും വാത്സല്യവും പ്രത്യേകമായിട്ട് നേരുകയാണ്. എന്നോടാണ് ഇപ്പോൾ പറഞ്ഞത് 2 വാക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന്. ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ
ഈശോയുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും വലിയ രഹസ്യങ്ങള് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഇതിൽ പങ്കുചേരുകയാണ് എന്നുള്ളത്. ഞാൻ ജോഷി അച്ഛൻ്റെ കുറച്ച് കാര്യങ്ങൾ കേട്ടു. പിന്നെ ജെനിയും സഹോദരങ്ങളും എന്നോട് പലതും ഷെയർ ചെയ്തു. അപ്പൊ ഈ കാലഘട്ടത്തില് ഈശോയെ രക്ഷകനായിട്ട് അറിയുവാൻ നിങ്ങൾക്കുള്ള തീഷ്ണത ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമ്മുടെ കാലഘട്ടം വളരെ പ്രതിസന്ധികളിലൂടെ കടന്നുപോവുകയാണ്, സഭയും സമൂഹവും. അപ്പൊ ഈ കാലഘട്ടത്തില് പലപ്പോഴും നമുക്ക് പെട്ടെന്ന് നിരാശ വരാം, നമ്മൾ അസ്വസ്ഥരാകാം. എങ്കിലും വചനത്തിൽ നമ്മൾ ആഴത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ, ഈശോ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ആ ഈശോയില് പ്രത്യാശ ഉണ്ടാകും. ആ ഈശോ എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. വചനം സത്യമാണ്, ഞാൻ വഴിയും ജീവനുമാണെന്ന് പറഞ്ഞ ഈശോയുടെ വചനം, അത് സന്തോഷത്തോടെ വിശ്വാസത്തോടെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ആത്മാവിന്റെ ആനന്ദം അനുഭവിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മോട് പറയുന്ന 3 മാർഗങ്ങളാണ്. ഒന്നാമതായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്, രക്ഷകനായ ഈശോയെ നമുക്ക് ആഴത്തില് അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം പരോള. പരോള എന്ന് പറയുന്ന ലാറ്റിൻ വാക്കാണ്, PAROLA എന്ന് പറഞ്ഞാൽ വേർഡ് എന്നാണ് അർത്ഥം. തിരുവചനത്തിലൂടെ ഈശോയെ രക്ഷകനെ ആഴത്തിൽ അറിയാൻ കഴിയും. പിന്നെ നോമ്പ് കാലത്ത് നമ്മൾ തിരുവചനം നിരന്തരമായിട്ട് വായിക്കുക. നമുക്ക് സമയം കിട്ടുമ്പോഴേക്ക് ആ വചനം വായിക്കുമ്പോൾ ആ വചനത്തിലൂടെ ഈശോയെ, രക്ഷകനായ ഈശോയെ അപ്പൊ നമ്മൾ ഈ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈ രക്ഷകനെ നമ്മൾ മ്യൂട്ടായി പോയെ. വിശുദ്ധ കുർബാനയാണ് രണ്ടാമത്തേത്. ആ വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിക്കുമ്പോൾ നമുക്ക് ആ ഈശോയെ, രക്ഷകനെ ഏറ്റവും കൂടുതൽ അടുത്തറിയാൻ പറ്റുന്ന ഒരു അവസരം വിശുദ്ധ കുർബാനയാണ്. നമുക്ക് സാധിക്കുന്ന എല്ലാവരും, ഇപ്പൊ നമ്മുടെ ഈ പ്രതിസന്ധികൾ നടക്കുമ്പോൾ അച്ഛന്മാരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അവര് പറയുന്നത്, ഞങ്ങള് ഒരു ഗ്രൂപ്പ് അച്ഛന്മാരുണ്ട്, ഞങ്ങള് 24 മണിക്കൂറും കണ്ടിന്യൂസ് ആയിട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ അച്ഛന്മാര് 24 hours വിശുദ്ധ കുർബാന. അപ്പൊ നമ്മള് ആത്മീയമായിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാം. കാരണം 24 hours
ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ട്. ആത്മീയമായ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കെടുക്കാം. പരിശുദ്ധ പരമദിവിക അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ലോകത്ത് എവിടെയോ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയിൽ നമുക്കും ആത്മീയമായിട്ട് പങ്കുചേരാൻ കഴിയും. ആ വിശുദ്ധ കുർബാന നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. മൂന്നാമത്തേത് പൗപ്പ് എന്ന് പറഞ്ഞാല് ുള്ള ഈശോയെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, നമുക്ക് വചനത്തിലുള്ള വിശുദ്ധ കുർബാനയിലുള്ള ഈശോയെ അനുഭവിക്കാനും അറിയാനും കഴിയുന്നുണ്ടെങ്കിലും പാവപ്പെട്ടവരിലും വേദനിക്കുന്നവരിലുള്ള ഈശോയെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പാവപ്പെട്ടവരെ നമ്മൾ കൂടുതലായിട്ട് സ്നേഹിക്കുമ്പോൾ, അവരെ അറിയുമ്പോൾ രക്ഷകനെ അറിയുന്ന അനുഭവം തന്നെ നമുക്കുണ്ടാവുക. ഒരു പാവപ്പെട്ടവൻ നമ്മളെ സഹായിക്കുമ്പോൾ നമ്മൾ ആ രക്ഷാകര കർമ്മത്തിൽ നമ്മൾ പങ്കെടുക്കുകയാണ്. പാവപ്പെട്ടവരിലുള്ള വേദനിക്കുന്നവരില്ല ചുറ്റുപാട് നമുക്ക് എല്ലാവർക്കും, നമ്മുടെ കുടുംബങ്ങളിലുള്ളവരായിരിക്കാം, നമ്മുടെ ബന്ധുക്കളായിരിക്കാം, വേദനിക്കുന്നവരുടെ കൂടെ നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ, അവർക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ രക്ഷയുടെ അനുഭവം നമുക്കുണ്ടാകുവാനായിട്ട് ഇടയാകുകയാണ്. ഈ നോമ്പ് കാലത്ത് നമ്മളിങ്ങനെ പല വിഷയങ്ങളെ കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ദൈവാനുഗ്രഹവും നേരുന്നു. നമ്മളിത് പങ്കെടുക്കുക, ഇത് ധ്യാനിക്കുക. അങ്ങനെ ഈശോ രക്ഷകനായി അറിഞ്ഞ് കൂടുതൽ പ്രത്യാശയോടുകൂടി ഈ പ്രതിസന്ധ്യ കാലഘട്ടത്തിലും വളരെ പ്രത്യാശയോടുകൂടി ജീവിക്കാൻ തമ്പുരാൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു. നിങ്ങളോട് കുറച്ച് പങ്കുവയ്ക്കുവാനായിട്ട് അവസരം നൽകിയ പ്രിയപ്പെട്ട ജോഷി അച്ഛനും മറ്റേ ഇവിടെയുള്ള സഹോദരങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. ഞങ്ങൾ പഞ്ചാബിലിപ്പോ ഇന്ത്യയിൽ ഏറ്റവും നല്ല സാഹചര്യമാണ് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട്. അപ്പൊ ഈശോയെ അറിയാത്ത ഒത്തിരിയേറെ മക്കൾ ഇവിടെയുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ രക്ഷകന്റെ അനുഭവം ഇവിടെയുള്ള എല്ലാവർക്കും അവർക്ക് സൗഖ്യത്തിലൂടെ, സ്നേഹത്തിലൂടെ, കാരുണ്യത്തിലൂടെ പങ്കുവെച്ചു കൊടുത്ത് ആ രക്ഷകനിലേക്ക് ഇവരെല്ലാവരെയും ആനയിക്കാനായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ മിഷണറിമാർക്കും കർത്താവിന്റെ വലിയ കൃപ കിട്ടുവാനായിട്ട് നിങ്ങളെ പ്രാർത്ഥന പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിച്ചുകൊള്ളാം. വിശുദ്ധ കുർബാനയിൽ പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾക്ക് വൈകിട്ടാണ് കുർബാന. നിങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊള്ളാം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങളുടെ കുടുംബങ്ങൾക്കും ഒത്തിരിയേറെ ദൈവാനുഗ്രഹം നേരുന്നു. ദൈവം നമ്മെല്ലാവരെയും, നമ്മുടെ സഭയെയും നമ്മുടെ ലോകത്തെ മുഴുവനും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. യേശു മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പിതാവ് പ്രാർത്ഥിക്കും, ആശീർവാദം തരും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനും വചനം ശ്രവിക്കുവാനും ധ്യാനിക്കുവാനും അനുഗ്രഹം നൽകിയതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഈ കുടുംബത്തെ എല്ലാവരെയും സമർപ്പിക്കുകയാണ്. ഇവരെല്ലാവരും ഈശോയെ സ്നേഹിക്കുന്നവരാണ്, ഈശോയെ രക്ഷകനായിട്ട് സ്വീകരിച്ചിട്ടുള്ളവരാണ്. നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ നോമ്പ് കാലത്ത് ധാരാളമായി നൽകി ഈശോയെ രക്ഷകനായി ആഴത്തിൽ അനുഭവിക്കുവാനും ആ രക്ഷകനെ മുറുകെ പിടിച്ച് ഓരോ നിമിഷവും ജീവിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിലുള്ളവർക്ക് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ഈശോയെ രക്ഷകനായിട്ട് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് അമ്മയാണല്ലോ. ആ രക്ഷകനെ കൂടുതൽ ആഴത്തിൽ അനുഭവിച്ച് സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, തിരുസഭയെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ അഭിഷേകവും തിരുരക്തത്തിന്റെ വലിയ കൃപയും നാം എല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. സ്തുതിയായിരിക്കട്ടെ. തിരക്കുകൾക്കിടയിൽ ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തി അഭിനന്ദിയ ജോസ് തമീൻത്ത് പിതാവിന് പ്രത്യേക നന്ദി അർപ്പിക്കുന്നു. അടുത്തത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ജനിച്ചേട്ടന് ക്ഷണിക്കുന്നു. കൺക്ലൂഡ് ചെയ്യും. അപ്പം പ്രത്യേകിച്ച് നന്ദി എല്ലാവർക്കും, പിതാവിന്റെ പേരിൽ നന്ദി പറയുന്നു. പിതാവിന്റെ മുറിയുടെ അകത്താണ് ഞാനിന്ന് വന്ന് കയറിയത്. ഓക്കെ ജനി. അങ്ങനെ ഒരു പിതാവിന്റെ മുറി കാണാൻ പറ്റി ആദ്യമായിട്ട്. വളരെ സന്തോഷം നിറഞ്ഞ നിമിഷത്തിലാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടപ്പോൾ നമ്മുടെ ഉള്ളില്
ജോഷിച്ചൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു ആശങ്കയൊക്കെ ഉണ്ടാവും, എങ്ങനെയാണ് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു വിഷമമൊക്കെ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാം. പലപ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും ഒക്കെ ഇങ്ങനെ ബലഹീനമാകപ്പെടുന്ന അവസരങ്ങളിലൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു ആശങ്ക ഉണ്ടാവും, ഇതെങ്ങനെയാണ്, ഇതൊക്കെ സാധ്യമാകോ അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടോ എന്നുള്ള ചിന്ത നമ്മുടെ ഉണ്ടാവും. പക്ഷെ ഇന്ന് നമ്മൾ തിരുവചനം കേട്ടപ്പോൾ അല്ലെങ്കിൽ ജോഷിച്ചനോട് കേട്ടപ്പോൾ കുടുംബത്തെ കുറിച്ച് കേട്ടപ്പോൾ നമുക്ക് മനോഹരമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കൂടെ ഈശോ ഉണ്ട്, രക്ഷകനായിട്ട് അവൻ ഉണ്ട് ഇവിടെ, അവൻ ഇന്നും ജീവിക്കുന്നു. ഞാൻ പലപ്പോഴും ദേവാലയത്തിൽ കയറുമ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓടി ചെന്ന് പ്രാർത്ഥിച്ചു പോണ സമയത്ത് പറയുന്ന ഒരു കാര്യം ഇങ്ങനെ തന്നെയാണ്, കർത്താവ് അങ്ങ് ഇവിടെ ഉണ്ട്, അങ്ങ് ഇപ്പോഴും ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പോകാറുണ്ട്. അപ്പൊ എന്നെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചൊരു ഘടകം ഇതാണ്, കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. പലപ്പോഴും നമുക്ക് അത് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം. അപ്പൊ നമ്മൾ ബലഹീനമാക്കപ്പെടുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പാപത്തിന് സാഹചര്യം കടന്നു വന്നിട്ട് നമ്മളൊക്കെ വീഴ്ത്തപ്പെടുമ്പോഴൊക്കെ കർത്താവ് അവിടെയുണ്ട്. ആ കർത്താവിന്റെ കൂടെ നടക്കുന്നവരായിട്ട് മാറാൻ നമുക്ക് എപ്പോഴും ശ്രമിക്കാം. കാരണം അവൻ തന്റെ കുരിശുമരണ പീഡാസകന ഉദ്ധാനത്തിലൂടെ നമ്മുടെ ഓരോരുത്തരും രക്ഷ സാധ്യമാക്കിക്കൊണ്ട് ആ രക്ഷയുടെ ആ അനുഭവത്തിൽ നിരന്തരം ജീവിക്കുവാൻ വേണ്ടിയിട്ട്, ആ നിത്യജീവൻ ലക്ഷ്യമാക്കി ആ നിത്യജീവനിലൂടെ നിരന്തരം ആ പാതയിലൂടെ നിരന്തരം ജീവിക്കാൻ വേണ്ടിയിട്ട് അവൻ എങ്ങനെയാണോ ഏതാത്മാവിനാലാണോ അതെല്ലാം സാധ്യമാക്കിയത്, ആ ആത്മാവിനെ കൂടി നമുക്ക് വാഗ്ദാനം ചെയ്ത് നൽകി. അപ്പോൾ വെറുതെ അല്ല, നമുക്ക് ഒറ്റയ്ക്കല്ല, വെറുതെ നടന്ന് അല്ലെങ്കിൽ നമ്മുടെ ശക്തി ഉപയോഗിച്ച് മുന്നോട്ട് നടക്കാൻ വേണ്ടിയിട്ടല്ല ക്രിസ്തു നമ്മളെ ആ രക്ഷയിലേക്ക് നയിച്ചത്. ആ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സർവശക്തനായ ദൈവത്തെ തന്നെ നൽകിക്കൊണ്ട് അവിടുത്തെ തന്നെ പൂർണ്ണമായിട്ട് നൽകിക്കൊണ്ട് അവിടെ നിന്ന് കൂടെ കുറെ നേരം ഒരു കുഞ്ഞ് കടത്തിത്തോടെ കുറെ നേരം യേശുവിന്റെ കൂടെ നടന്നു. കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 2 കാൽപ്പാടുകളുണ്ട്. കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു കാൽപ്പാട് കാണുന്നുള്ളൂ. കുറെ ദൂരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ഇങ്ങനെ പറയാണ്, അപ്പൊ എന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അങ്ങ് എന്നെ വിട്ടുപോയല്ലേ എന്ന് പറഞ്ഞിട്ട് ഈശോ പറയാണ്, അല്ല, ഞാൻ നിന്നെ എന്റെ കരങ്ങൾ വഹിക്കാറ്, എന്റെ കാൽപ്പാടാണ് അവിടെ കാണുന്നത് എന്ന് പറഞ്ഞത്. പക്ഷേ നമ്മളൊക്കെ ഈശോയുടെ കരങ്ങളിലാ. ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, ഈശോയെ ഇത്രയും നാളെ ഞാൻ അങ്ങയുടെ കരം പിടിച്ചു, പക്ഷെ ഇനി അങ്ങ് എന്റെ കരം പിടിക്കുന്നു. കാരണം എന്റെ കരം വളരെ ചെറുതും ബലഹീനവുമാണ്, ഞാൻ പലപ്പോഴും വിട്ടുപോകും. പക്ഷേ അങ്ങ് എന്റെ കരം പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വിടില്ല. കാരണം ഏറ്റവും ശക്തമായ കരം അവിടുത്തേതാണ്. അപ്പൊ അവിടെ നിന്ന് തന്റെ കുരിശുമരണ ഉദ്ധാന മോചനത്തിലൂടെ പൂർണ്ണമായിട്ടും നമ്മുടെ രക്ഷ സാധ്യമാക്കി നമ്മളെ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തി ആ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവിധ കഴിവുകളും നൽകി അവരുടെ ആത്മാവിനെ നൽകിക്കൊണ്ട് അവിടെ നിന്നും നിരന്തരം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പിതാവ് പറഞ്ഞതുപോലെ വിശുദ്ധ കുർബാനയിലൂടെ, വചനങ്ങളിലൂടെ, ആപ്പടലിലൂടെ ഒക്കെ പലരിലൂടെ ഈശോ ഇന്ന് നമ്മളെ നിരന്തരം നയിക്കുന്നുണ്ട്. ഞാൻ മറന്നു ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു പ്രാവശ്യം നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങള് ഒരു ധ്യാനം നമ്മുടെ കണക്കരത്തെ ഡൊമിനിക്കസിന്റെ ഒരു ധ്യാനവും കഴിഞ്ഞിട്ട്, ധ്യാനം വെച്ച് ഞങ്ങളുടെ സമീപത്ത് കൊല്ലം ഫൊറോന കൺവെൻഷൻ നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ അങ്ങനെ 40 ദിവസത്തെ പ്രാർത്ഥന കൂട്ടായ്മയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കൺവെൻഷൻ നടക്കുന്നത്. അപ്പൊ അങ്ങനെ ധ്യാനം കൺവെൻഷനുള്ള ഒരുക്കം നടക്കുന്നു. അങ്ങനെ കൺവെൻഷൻ ഒരുക്കത്തിന്റെ ദിവസം ഒരു ദിവസം ഞാനായിരുന്നു അന്ന് പ്രാർത്ഥന ലീഡ് ചെയ്യാൻ. അങ്ങനെ പ്രാർത്ഥന ചെയ്ത് തിരിച്ചു വരാൻ നേരത്തെ എന്റെ സുഹൃത്തായിട്ടൊരു ചേട്ടൻ പറഞ്ഞു, മോനെ, എന്റെ ചേട്ടന്റെ മകൻ, ആ ചേട്ടന്റെ ചേട്ടന്റെ മകൻ, ചേട്ടൻ മരിച്ചുപോയി, ചേട്ടന് 2 മക്കളുണ്ട്. ഇളയ മകൻ ഇച്ചിരി പ്രശ്നമൊക്കെയാണ്, ആവശ്യം കഞ്ചാവും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് വീട്ടിലോ, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമൊക്കെ ആണെന്ന് ഇങ്ങനെ. അപ്പൊ നീ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഇങ്ങനെ പറയുന്ന ഒരു അവസ്ഥയിലാണ്. അങ്ങനെ എന്നോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞാനും എന്റെ അപ്പച്ചനും കൂടിയാണ് പ്രാർത്ഥനയ്ക്ക് പോയിരുന്നത്. അപ്പൊ ഞാൻ അപ്പച്ചനും കൂടി ബൈക്ക് പോകാനാണ്. അപ്പൊ അപ്പച്ചൻ ബൈക്ക് ഓടിക്കുന്നു, ഞാൻ പുറകിലിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പുറകിൽ നിന്ന് പോകുന്ന സമയത്ത് ഞാൻ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതായത് ഇങ്ങനെ അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചിങ്ങനെ ആ മകന് വേണ്ടി ഇങ്ങനെ കുറെ നേരം പ്രാർത്ഥിച്ചിട്ട് പോന്നു. തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന് എന്റെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് എന്റെ വീട്ടിലെ ഫാൻ നിന്ന് കത്തിയ കുട്ടികളൊക്കെ പേടിച്ചു പോയി. അപ്പൊ ഞാൻ എന്നോട് കൊച്ചു പറഞ്ഞു, അപ്പൊ അതേ ഫാൻ കത്തുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, കുഴപ്പമില്ല, എന്താ ഇത് സംഭവിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ നിമിഷം തന്നെ എന്റെ അപ്പനും വീട്ടിലേക്ക് കടന്നു വന്നു. വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ആ കുട്ടികൾ ഓടി ചെന്നിട്ട് പറഞ്ഞു, അപ്പച്ചാ ഇങ്ങനെ ഫാൻ കത്തി എന്ന് പറഞ്ഞു. അപ്പൊ അപ്പനും ചിരിച്ചു. അപ്പനും കാര്യം എന്താണെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പം പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് നാളെ ഫാൻ മേടിക്കാലോ എന്ന് എന്റെ അപ്പൻ പറഞ്ഞു. ഞാൻ നമുക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും നമുക്ക് മനസ്സിൽ സന്തോഷിക്കാൻ സാധിക്കണമെങ്കിൽ ഈ കർത്താവായ ക്രിസ്തു രക്ഷ സാധ്യമാക്കി എന്നുള്ള ഒരു ഉൾബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ ആ ഒരു ഉറച്ച ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു കൃപയ്ക്കായിട്ട് നമ്മൾ ഈ ദിവസങ്ങൾ, ഇനി വരുന്ന ഈ ദിവസങ്ങളൊക്കെ വചനം ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം.
ഓരോ വിശുദ്ധി ബലിക്കായിട്ട് കടന്നു പോകുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മൾ കൊച്ചു കൊച്ചു ത്യാഗപ്രവർത്തികളും അതുപോലെ കാരുണ്യത്തിനായ പ്രവർത്തികൾ ചെയ്യുമ്പോഴൊക്കെ ഈ ഈ ഈ രക്ഷ അനുഭവിക്കാൻ, ക്രിസ്തുവിനെ ആഴത്തിൽ അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് ഇന്നലെ ജോസ് പിതാവ് ഇവിടെ കുർബാന സമയത്ത് വചനം പങ്കുവച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും ക്രിസ്തുവിനെ അറിയാം, ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഒക്കെ നമ്മൾ നിരന്തരം ചെയ്യുന്നുണ്ട്. പക്ഷേ ക്രിസ്തു നമ്മളെ അറിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ക്രിസ്തുവിനെ രക്ഷാർത്ഥമായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോഴും ആ ക്രിസ്തുവിനെ ആഴത്തിൽ അനുഭവിക്കാൻ, ആ ക്രിസ്തു നമ്മളെ സ്വന്തമാക്കുന്ന അനുഭവം. നമ്മൾ ക്രിസ്തുവിനെ പലപ്പോഴും സ്വന്തമാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ക്രിസ്തു നമ്മളെ സ്വന്തമാക്കാവുന്ന വിധത്തിലുള്ള ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ചേട്ടാ പിതാവിനോട് വർത്താനം പറഞ്ഞോ? പിതാവിന് ഓർമ്മയുണ്ട്. മ്യൂട്ടാണ്, ഓണാക്കിക്കേ ജോസ് പോളേട്ടൻ. പിതാവ് പിതാവ് അവിടെ ഉണ്ടെന്ന് ബ്രദർ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് കണ്ടപ്പോ മനസ്സിലായി. ഇപ്പൊ അമേരിക്കയിലാണ് അല്ലേ? അതെ അതെ, കണക്ടിക്കട്ടില്. ആ ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ വളരെ സന്തോഷിച്ചു. ആ ഓക്കെ. ഇന്നത്തെ ഷെയറിംഗ് ഒക്കെ വളരെ നന്നായിരുന്നു പറഞ്ഞു. പറഞ്ഞു ഞാനപ്പോ ലുധിയാനത്തെ കാര്യം പറഞ്ഞേ. എന്താ വെച്ചാ പിതാവേ, സുഖമായിരിക്കുന്നു അല്ലേ? കുഴപ്പമില്ല പിതാവേ, കുഴപ്പമില്ല. ഞാൻ മെയ് മാസത്തിൽ പോണ നാട്ടില്. ആ ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ വളരെ സന്തോഷം കാണാൻ സാധിച്ചല്ലേ. ഓക്കെ. പിതാവ് ഇപ്പൊ ലുധിയാനയിലായിരിക്കും, ഇനി ഡൽഹിക്ക് പോകണ്ട? ഇല്ല, ഞാൻ ഇവിടെ താമസിക്കുന്നത്. നമ്മൾ പഞ്ചാബിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോ ലുധിയാനയിലാണ് താമസിക്കുന്നത്. ഇപ്പൊ 3 വർഷമായിട്ട് ഇവിടെ. അതെനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ച ഫരീദാബാദിലാണെന്നാ വിചാരിച്ചത്. ഞാൻ ഇന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വിസിറ്റിന് വന്നാന്ന് വിചാരിച്ചത് സത്യത്തിൽ. അല്ലല്ല, കാരണം ഈ പഞ്ചാബ് നല്ല മിഷൻ ആയതുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡൽഹിയിൽ നിന്ന് എപ്പോഴും വരണം. അപ്പൊ ഇവിടെ ഒരു 50 അച്ഛന്മാര് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കോർഡിനേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ താമസിക്കും. സന്തോഷമായിട്ട് കൊടുത്തേ കേട്ടാ. പറയാം, തീർച്ചയായിട്ടും പറയാം പിതാവ്. സന്തോഷമായിട്ട്, ഒരുപാട് സന്തോഷം. ഓക്കെ, സന്തോഷം. അമേരിക്കയിൽ നിന്നുള്ള എല്ലാവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ലുധിയാനയിലേക്ക് ക്ഷണിക്കുന്നു. പിതാവിന്റെ വീട്ടിലേക്കും, പിതാവിന്റെ പറയണ്ട, ഞങ്ങളുടെ വീട്ടിലേക്കും നമ്മുടെ മിഷനിലേക്ക് നിങ്ങൾ വരുമ്പോ ഇവിടെ വരാം, കാണാം, എല്ലായിടത്തും പോകാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാന് നമ്മുടെ അഡിലാബാദ് പിതാവില്ലേ, അഡിലാബാദ് പിതാവ്, പ്രിൻസ് പിതാവായിട്ട് ഇടയ്ക്ക് ഞാൻ ടച്ചിലാണ് മിഷനായിട്ട്. ഇടയ്ക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട് ചില കാര്യങ്ങളില്. അപ്പൊ അത് മിഷനായിട്ട് എനിക്കൊരു ടച്ച് ഉണ്ട് ആ അർത്ഥത്തില്. മിഷൻ ഉള്ളിലൊരു വലിയൊരു ഇതാ. ഓരോ സാഹചര്യങ്ങൾ ഓരോ സമയത്ത് ഓരോന്ന് ക്രമീകരിക്കുകയല്ലേ. അപ്പൊ അതനുസരിച്ച് എല്ലാം വരുന്നതായിരിക്കാം. അപ്പൊ സന്തോഷം കേട്ടാ. ഞാൻ ബ്രദറൊക്കെ അവിടെ വന്ന് ലുധിയാനൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. ലുധിയാന എന്ന് കേട്ടപ്പോ സന്തോഷായി. ലുധിയാന ഹരിയാന നല്ല സ്ഥലമാണ് പഞ്ചാബ്. ഞാൻ അവിടെയാണ് പഠിച്ചത്. ലുധിയാനയിലാണോ? CMC-ല്. അതെ. ശരി, നല്ല സ്ഥലമാണ് പഞ്ചാബ്. ഞാൻ പട്യാലയിലേക്ക് പോയിട്ടുണ്ട്. പട്യാല, പഠാൻകോട്ട് കുറച്ചാണ്. 80-കളില് ഞങ്ങൾ CMC-യിൽ തൊട്ടടുത്തുള്ള CMC-യിലേക്ക് നടക്കാനുള്ള നമ്മുടെ ആ സ്ഥലമൊക്കെ കേൾക്കുമ്പോ നമുക്കൊരു സന്തോഷാ. ശരിയാ. ഈ ലുധിയാന സ്ഥലത്തിന് ഒരു പ്രത്യേക സ്ഥാനം കൂടി ഉണ്ട് ലുധിയാന. അപ്പൊ ഇനിയിപ്പോ എത്ര ദിവസം അവിടെ ഉണ്ടാവും? ഞങ്ങൾ ഇന്ന് ഇവിടെ പ്രാർത്ഥനാ ഭവൻ ഉണ്ട്, ഇവിടെ ഒരു 20 കിലോമീറ്ററോളം ഉണ്ട്, അവിടേക്ക് പോകും. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ പിന്നെ അവിടെ കാറ്റഗിസ്റ്റുകൾ ഉണ്ട്, അവരുടെ ഒരു ട്രെയിനിങ് നടക്കുന്നുണ്ട്. അത് ഇന്ന് കൊണ്ട് തീരും. അപ്പൊ ഇന്ന് നാളെ തീരും. എന്നിട്ട് നാളെ തീർന്നിട്ട് അവരുടെ കൂടെ അമൃത്സറിലെ ഗ്രാമങ്ങളിലേക്ക് പോകും. തിരിച്ചെന്നാ നാട്ടിലേക്ക് വന്നത്? തിരിച്ച് 6-ാം തീയതി, 8-ാം തീയതി എത്തുള്ളൂ. ഓക്കെ. അപ്പൊ എല്ലാ യാത്രയും ഭംഗിയാവട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇറങ്ങിക്കോട്ടെ. താങ്ക് യു. ബൈ. ഗുഡ് നൈറ്റ്. നമുക്ക് 2 അനൗൺസ്മെന്റ് ഉണ്ടേ.
നമുക്ക് നമ്മുടെ ഇനി അടുത്ത ക്ലാസ്സിലോട്ട് വേറെ നമ്മൾ അറിയാവുന്ന ആരെങ്കിലും കൊണ്ടുവരണം. ഒരു സുവിശേഷമായിട്ട് നമ്മൾ ചെയ്യാനും ശ്രമിക്കുക. പിന്നെ നമുക്ക് വേർഡ് ഓഫ് ഗോഡ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതുള്ളത് ഇതെല്ലാവരും കാണാനും ഒന്ന് വായിക്കാനൊക്കെ ശ്രമിക്കുക. പിന്നെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലല്ല മറ്റുള്ളവരെ വിളിക്കാനും സംസാരിക്കാനും പരിചയപ്പെടാനും അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്കിന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പം ചേട്ടാ ഓക്കെ, എന്റെ ഏൽപ്പിക്കട്ടെ. ആ ഓക്കെ, താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലേ. ആ, ഓക്കെ. ഓക്കെ താങ്ക് യു.